അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഏറെ ശ്രദ്ധേയമായൊരു വിഷയമാണ് ഇന്നത്തെ സംസാര വിഷയം. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഒരു നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൻ്റെ സംഗ്രഹവും നൽകുന്നുണ്ട്. ഈ ആയത്തെവിടെയാണ് ഇന്നഹും നഹ്നു നഖുസ്സു അലൈക നബഅഹും എന്നുള്ള ആയത്ത് എവിടെയുള്ളത്? സൂറത്തുൽ കഹ്ഫിൽ, അതിൻ്റെ തുടക്ക ഭാഗത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത്? അഹ്ലുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചാണ്, ഗുഹാവാസികളെ കുറിച്ചാണ്. അള്ളാഹു പറയുന്നത് നഹ്നു നഖുസ്സു അലൈക നബഅഹും, അവരുടെ വൃത്താന്തം നാം നിങ്ങൾക്ക് കഥിച്ചു തരാം. അവരുടെ വൃത്താന്തം എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫിനെയാണ്, ഗുഹാവാസികളെയാണ്. ബിൽ ഹഖ്, യഥാവിധം. ഇന്നഹും ഫിത്യ, തീർച്ചയായും അവർ ഫിത്യത്തായിരുന്നു. ഫിത്യ എന്ന് പറഞ്ഞാൽ അതാണ് യുവത. ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നത് ഫദക്കറ സുബ്ഹാനഹു വതആല അന്നഹും ഫിത്യ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഗുഹാവാസികളെ കുറിച്ച് പറഞ്ഞത് തീർച്ചയായും അവർ യുവാക്കളാണ് എന്നാണ്. വഹും അശ്ശബാബ്, ഇബ്നു കസീർ പറയാണ് വഹും അശ്ശബാബ്, യുവതയാണ്, യങ് മാൻ, ഇതാണ് അവർ. എന്നിട്ട് അനുബന്ധം പറയുന്നത് വഹും അഖ്ബലു ലിൽ ഹഖ് വഅഹ്ദാ ലിസ്സബീൽ, കാരണം യുവാക്കൾ അഖ്ബലു ലിൽ ഹഖ്, സത്യം പുൽകാൻ ഏറ്റവും യോഗ്യരും അർഹരുമാണ്. സത്യം കണ്ടാൽ അത് സ്വീകരിക്കാൻ ഏറ്റവും കരണീയർ യുവാക്കളാണ്. വഅഹ്ദാ ലിസ്സബീൽ, ഒരു മാർഗം പ്രാപിക്കുവാൻ, സത്യസരണി പ്രാപിക്കാൻ ഏറ്റവും മാർഗദർശികളും ആരാണ്? ശബാബ്, യുവാക്കളാണ്. ഇത് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം, വായന, അത് തുടർത്തുന്നത് ഇങ്ങനെയാണ്. അതാണ് നമ്മളൊക്കെ ശ്രദ്ധാപൂർവം വായിക്കേണ്ട ഭാഗം. വലിദാ കാന അക്സറു മൻ ഇസ്തജാബ ലില്ലാഹി വലി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബാബ, അതിനാൽ തന്നെ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉത്തരം നൽകിയവരിൽ സിംഹഭാഗവും ആരാ? ശബാബ, യുവാക്കളായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അമ്മൽ മശീഖത്തു മിൻ ഖുറൈശ്, എന്നാൽ ഖുറൈശികളിലെ കിളവന്മാർ, ഖുറൈശികളിലെ കിളവന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ആ ബാത്തിലിൽ തുടരുകയാണ്ടത്. അദ്ദേഹം തുടർന്ന് പറയുന്ന ലം യുസ്ലിം മിൻഹും ഇല്ലാ ഖലീല എന്നാണ്. ഖുറൈശികളിൽ വയസ്സായവരുണ്ടല്ലോ, വളരെ കുറച്ച് ആളുകളെ ഇസ്ലാം സ്വീകരിച്ചുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ടപ്പോൾ. യുവാക്കൾ അവരാണ് അഖ്ബലുൽ ഹഖ് വഅഹ്ദാ ലിസ്സബീൽ, സത്യം പുൽകാൻ ഏറ്റവും യോഗ്യർ, മാർഗം കണ്ടാൽ ആ മാർഗത്തിലേക്ക് വഴി നടക്കാൻ ഏറ്റവും കരണീയർ. അതിൻ്റെ ഈ ഒരു വസ്തുതയുടെ പ്രതിഫലനം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയോഗിതമായപ്പോൾ ചരിത്രം കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച ആളുകളിൽ സിംഹരും യുവാക്കളായിരുന്നു എന്നുള്ളതാണ്. അത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ, ഏറ്റവും കൂടുതൽ ഉമ്മത്തികൾ ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണ്. എന്നാൽ ഈ ഉമ്മത്തികളെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉമ്മത്തികളുള്ളത് ആർക്കാ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൽ അനുയായികളെ കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ കാണിക്കപ്പെട്ടതായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടല്ലോ, ഉരിദത് അലയ്യൽ ഉമം, സമുദായങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ജനങ്ങളെ എനിക്ക് കാണിക്കപ്പെട്ടു, ദുനിയാവിൽ തന്നെ അവിടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫറഅയ്തു റഹ്ത,
മാൻ നബി, ഒരു നബിയോടൊപ്പം ഒരു സംഘത്തെ കണ്ടു. വറുഹൈത മാൻ നബി, മറ്റൊരു നബിയോടൊപ്പം കൊച്ചു സംഘത്തെ കണ്ടു. വറജുലാനി മാൻ നബി, ചില നബിമാരുടെ കൂടെ രണ്ടാളുകളെ കണ്ടു, ചിലരുടെ കൂടെ ഒരാളെ കണ്ടു. വൻ നബി ലൈസ മഅഹു അഹദ്, ചില നബിമാരെ കണ്ടു ആരുമില്ല. ഫഇദാ സവാദുൻ അദീമുൻ, പരലോകത്ത് ആ കാഴ്ച റസൂലിനെ കാണുമ്പോൾ ഉണ്ടല്ലോ, ചില നബിമാരെ ആരും ഇല്ലാതെ വരുമ്പോഴാണ് സവാദുൻ അദീം, വലിയ ഒരാൾക്കൂട്ടത്തെ കണ്ടത്. അപ്പോൾ റസൂൽ പറയുന്നത് ഫദനന്തു അന്നഹു ഉമ്മത്തി, ഞാൻ വിചാരിച്ചു അതെൻ്റെ ഉമ്മത്തികളായിരിക്കും, അത്രമേൽ ആൾക്കൂട്ടം. ഫഖീൽ അലി, അപ്പം എന്നോട് പറയപ്പെട്ടു ഹാദാ മൂസ വഖൗമുഹു, അത് മൂസയും മൂസാൻ്റെ ജനതയാണ്. പിന്നെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ കാണിക്കപ്പെട്ടത്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഉമ്മത്തികൾ ഒരു വലിയ വിഭാഗം ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ, ഫമാ ആമന ബിമൂസ ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമിഹി അലാ ഖൗഫിൻ മിൻ ഫിർഔന വ മലഇഹിം. എന്താ മൂസയിൽ വിശ്വസിച്ചവർ ആരാ? ഇല്ലാ ദുർരിയ്യത്തും മിൻ ഖൗമിഹി, മൂസാൻ്റെ ഖൗമിൽപ്പെട്ട ദുർരിയ്യത്താണ്. ഈ ദുർരിയ്യത്തിനെ കുറിച്ച് ഇബ്നു കസീർ പറയുന്നത് വഹും ശബാബ്, അവർ ആരാണ്? യുവാക്കളായിരുന്നു. വയസ്സായവരില്ല എന്നല്ല, അത് തുലം കുറവ്. പക്ഷേ എപ്പോഴും യുവാക്കളുടെ ഒരു സവിശേഷത അതാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചവരെ നോക്കി നിങ്ങൾ. ആദ്യം വിശ്വസിച്ചതാരാ? ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹ. തിരുനിയോഗ നാളിൽ അവരുടെ വയസ്സെത്ര? പ്രബലമായ അഭിപ്രായം 40 വയസ്സാണ്. 40 എന്ന് പറഞ്ഞാൽ യൗവനത്തിൻ്റെ മികവാണ്, നിറവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വയസ്സെത്ര? അബൂബക്കർ റളിയല്ലാഹു എത്രാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്? അബൂബക്കർ റളിയല്ലാഹു വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാണ്. 63-ാമത്തെ വയസ്സിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 2 വർഷം കഴിഞ്ഞിട്ട് 23 വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ച റസൂലുള്ളാഹിൻ്റെ സഹായിയായി വലങ്കൈയായി വന്നപ്പോൾ എത്ര വയസ്സുണ്ടാവും? യൗവനത്തിൻ്റെ നിറവിലാണ് നിൽക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത് 63-ാം വയസ്സിലാണ്. ഉമർ തിരുവിയോഗശേഷം ഉമർ റളിയല്ലാഹു തആല എത്ര വർഷം ഭരിച്ചു? 23 വയസ്സ് തിരുവിയോഗത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൂട്ടിയൊക്കെ ഉമർ റളിയല്ലാഹു തആല ഇസ്ലാം ആശ്ലേഷിച്ചപ്പോൾ വളരെ ചെറുപ്രായക്കാരനല്ലേ, യുവത്വത്തിൻ്റെ തികവിലാണ്. ഉസ്മാനും അലിയും ഒക്കെ അങ്ങനെയാണ്. അലി റളിയല്ലാഹു തആല കൂടുതൽ പ്രായക്കുറവാണ്. ഇസ്ലാം ആശ്ലേഷിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് 10 വയസ്സിന് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ അലി, ഉസ്മാൻ, ഉമർ, അബൂബക്കർ ഇവരൊക്കെ ഇസ്ലാം ആശ്ലേഷിച്ച ആ പ്രായം അതൊക്കെ അവരുടെ യൗവന തികവിലാണ്. മിസ്അബ് ബിൻ ഉമൈർ എന്താ വിശുദ്ധ മദീനയെ ഇസ്ലാമിൻ്റെ ആദ്യത്തെ തലസ്ഥാന നഗരി, ഇസ്ലാം അവിടെ പ്രചരിപ്പിച്ചത് മിസ്അബിൻ്റെ ജിഹ്വയാണ്, അള്ളാൻ്റെ ഔദാര്യത്തിനപ്പുറം. ഒപ്പം അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം ഉണ്ടായിരുന്നു. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മദീനയിൽ ഇസ്ലാമിൻ്റെ പ്രചരണം. ആരാ ഇസ്ലാമിനെ പ്രചരിപ്പിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ് അവിടെ മദീനയിൽ വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാൻ, ഈമാൻ അവിടെ റെഡിയാണ്. ഹിജ്റക്കുള്ള ഭൂമിയും റെഡിയാണ്. അവിടെ എല്ലാവരും ഏറെക്കുറെ മുസ്ലിമായിട്ടുണ്ട്. വളരെ ചുരുക്കം ആളുകളെ മദീനയിൽ ഇസ്ലാം ആശ്ലേഷിക്കാൻ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെയാണ് മദീനയിൽ ഇസ്ലാം പ്രചരിച്ചത്? വാളുകൊണ്ടാ? അല്ല, പിന്നെയോ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യാൻ പറഞ്ഞു. ആ ജിഹാദാണ്, ഖുർആൻ പഠിപ്പിക്കാനാണ് മിസ്അബും ഇബ്നു ഉമ്മി മക്തൂമും മദീനയിലെത്തിയത്. മിസ്അബ് ആരായിരുന്നു? ഖുറൈശികളിൽ ഇസ്ലാം ആശ്ലേഷിച്ച നാളുകളിൽ സുന്ദര സുമുഖനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു തികഞ്ഞ യൗവനത്തിൻ്റെ നിറഞ്ഞ ഉദാഹരണമായിരുന്നു. ഇതുപോലെ ഓരോ സഹാബികളുടെയും മഹദികളുടെ ചരിത്രം എടുത്താലൊക്കെ അങ്ങനെയാണ്. അവരൊക്കെ യുവത്വത്തിൻ്റെ ആ ചോര തിളപ്പിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവരാണ്, റബ്ബിന് വിനയപ്പെട്ടവരാണ്. അവരുടെ കർമ്മശേഷി ഒരിക്കലും പടച്ച റബ്ബിനെ പിണക്കാത്ത വിധം അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. അതാണ് ഇമാം ഇബ്നു കസീറിൻ്റെ ആ നിരീക്ഷണത്തിൽ നമ്മൾ വായിക്കുന്നത്. അതിപ്പോൾ അവിടെ ഈ മക്കക്കാരുടെ വിഷയത്തിൽ മാത്രമല്ല, മദീനയിൽ വന്നിട്ടുണ്ടെങ്കിൽ മദീനയിലെ പ്രവർത്തകർ സഅദ് ബിൻ മുആദ് ബിൻ ജബൽ, സെയ്ദ് ബിൻ സാബിത്ത് തുടങ്ങി ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താ ഓരോരുത്തരുടെയും ചരിത്രം
അത് വിശദീകരിച്ച് പറയാം. സെയ്ദ് ബിൻ സാബിത്ത് അൻ-നജ്ജാരി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തോട് തിരുവിയോഗ ശേഷം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അൻത റജുലുൻ ആഖിലുൻ ശാബുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പറയണത്, താങ്കൾ ദിഷണയുള്ള, ബുദ്ധിയുള്ള, ബ്രില്യൻ്റാണ്. ഷാബുൻ, യങ് മാനാണ്. കുൻത തക്തുബുൽ വഹ്യ അലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ എഴുതുമായിരുന്നു. അതുകൊണ്ട് എന്താ, അബൂബക്കറിന്റെ ആവശ്യം ഖുർആൻ ജമ്മ ചെയ്യണം, വിശുദ്ധ ഖുർആൻ മുസ്ഹഫായിട്ട് ക്രോഡീകരിക്കണം. അതിനാരെ മുന്നിലേക്ക് നിർത്തണത്? ഈ യങ് മാൻ, യുവാവിനെ, സെയ്ദ് ബിൻ സാബിത്ത് അൻ-നജ്ജാരി റളിയല്ലാഹു തആല അൻഹുവിനെ, അദ്ദേഹത്തിനെയാണ് മുന്നിലേക്ക് നിർത്തിയത്. നോക്കണം, വിശുദ്ധ മദീന തിരുവിയോഗ ശേഷം സഹാബത്തിനാൽ സമ്പന്നമാണ്. പക്ഷേ സെയ്ദാണ് അതിന് നേതൃത്വത്തിന് മുന്നിൽ നിർത്തിയത്. റജുലുൻ ആഖിലുൻ ഷാബുൻ, അബൂബക്കർ റളിയല്ലാഹു പറയാണ്. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ യമാമയിൽ യുദ്ധം നടന്ന് ഖുറാവുകൾ പലരും വധിക്കപ്പെടുന്ന അവസ്ഥ യമാമയിൽ നടന്നപ്പോഴാണ് ഈ ഒരു വിഷയം മദീനയിൽ നടക്കുന്നത്. അപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരി അൻ-നജ്ജാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച കാലത്ത് മദീനയിലെ ആ 10 വർഷക്കാലം ആരാ? സെയ്ദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സെയ്ദിനെ കൊണ്ടുവരികയാണ്. വാപ്പ അതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്, യൗമു ബുആസ് എന്ന് പറയുന്ന സംഭവത്തിൽ. അനാഥനാണ് സെയ്ദ് ബിൻ സാബിത്ത്. അദ്ദേഹത്തെ പിതൃ സഹോദരൻ കൊണ്ടുവന്നിട്ട് പറയാണ്, സെയ്ദിനെ നിർത്തിയിട്ട്, ഇദ്ദേഹം ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രമാതകൾ ടീച്ചർ വന്നപ്പോൾ, അപ്പോൾ ആരാ ഖുർആൻ പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ഖുർആൻ മദീനയിൽ, ഖുർആൻ കൊണ്ടാണ് മദീന ഫതഹായത് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു അനുയായിയും അനുഭാവിയായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതാൻ പറഞ്ഞപ്പോൾ സുന്ദരമായിട്ട് സൂറത്ത് ഖാഫ് ഓതി സെയ്ദ് ബിൻ സാബിത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ദിഷണയെ വായിച്ചു, അദ്ദേഹത്തിലുള്ള പ്രതിഭയെ അറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ കഴിവിനെ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അദ്ദേഹത്തോട് അബ്രാനി ഭാഷ പഠിക്കാൻ, ബൈബിളിൻ്റെ ഭാഷ പഠിക്കാൻ, തൗറാത്തിൻ്റെ ഭാഷ പഠിക്കാൻ, യഹൂദരുടെ എഴുത്തുകുത്തുകളും അവരുടെ രേഖകളും വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വായിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. 15 ദിവസം കൊണ്ട് സെയ്ദ് ബിൻ സാബിത്ത് ബൈബിളിൻ്റെ ഭാഷ, തൗറാത്തിൻ്റെ ഭാഷ പഠിച്ചു. ആ പ്രോത്സാഹനത്തിൽ അദ്ദേഹം അവിടെ നിർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കിസ്റയുടെ റസൂൽ വന്നു, ദൂതൻ വന്നു. കിസ്റയുടെ റസൂൽ വന്നപ്പോൾ, ദൂതൻ വന്നപ്പോൾ 18 ദിവസം കൊണ്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല പേർഷ്യൻ ഭാഷ പഠിച്ചു. അറബി സെയ്ദ്, അദ്ദേഹം പേർഷ്യൻ ഭാഷ പഠിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിംമാരുണ്ടായിരുന്നു. അതിൽ റോമക്കാരുണ്ടായിരുന്നു, അതിൽ ഹബശക്കാരുണ്ടായിരുന്നു, അതിൽ ഖിബ്തികളുണ്ടായിരുന്നു. റസൂലുള്ളാഹിൻ്റെ ഖാദിംമാരായി വർത്തിച്ചവർ, അവരിൽ നിന്നൊക്കെ സെയ്ദ് ബിൻ സാബിത്ത് ഖിബ്തികളുടെ ഭാഷ പഠിച്ചു, ഹബശക്കാരുടെ ഭാഷ പഠിച്ചു, റോമക്കാരുടെ ഭാഷ പഠിച്ചു. അങ്ങനെ ഒരു ബഹുഭാഷാ പണ്ഡിതനായി സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ മദീനയിൽ പ്രശോഭിതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച അന്നത്തെ ആളുകളുടെ സവിശേഷത നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. മുആദ് ഇബ്നു ജബൽ, മുആദ് ഇബ്നു ജബലിനെ കുറിച്ച് പറയുന്നത് ഷഹീദൽ അഖബത വഹുവ ശാബുൻ അംറദു എന്നാണ്. അഖബയിൽ മുആദ് പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഷാബാണ്. എങ്ങനെയുള്ള ഷാബ്? അമ്രതായ ഷാബ്. അമ്രത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മേത്ത് രോമം കിളിർത്തിട്ടില്ല, പക്ഷേ യൗവനത്തിൻ്റെ തുടക്കത്തിലാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഷാമിൽ മരണപ്പെടുകയാണ്. താഊൻ അംവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് മറന്ന് പന്തലിച്ച പ്ലാഗ് രോഗം, അവിടെ ആ കോളറ ബാധിച്ചല്ലോ, അതിലാണ് അദ്ദേഹം ഷഹീദാകുന്നത്. എത്ര വയസ്സ്? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് താഊൻ അംവാസ് പ്ലാഗ് രോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കഴിഞ്ഞ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ താഊൻ അംവാസ്, മുആദ് അതിലാണ് ഷഹീദാകുന്നത്. എത്രാം വയസ്സിൽ? 33-ാമത്തെ വയസ്സിൽ. 33-ാമത്തെ വയസ്സിൽ. അപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു തിരുനിയോഗ നാളിൽ ഇവിടെ എത്ര വയസ്സുള്ള വ്യക്തിയാണ്? ഇത്ര വയസ്സുള്ള വ്യക്തിയാണ്. ഈ മുആദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഒരു ഹദീസിൽ, അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളോട് ഏറ്റവും റഹ്മത്തുള്ള വ്യക്തി എൻ്റെ ഉമ്മത്തിൽ ആരാ? പറയും. അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി. കെമ്മിൽ പൂർത്തീകരിക്കുകയും. അബൂബക്കർ. അഷദ്ദുഹും ഫിദ്ദീൻ, ദീനിൽ സ്ട്രോങ് ആരാ? ഉമറു. വ അസ്ദഖുഹും ഹയാഅൻ, ലജ്ജയിൽ സത്യസന്ധനാരാ? ഉസ്മാൻ. വ അഖ്മാഹും, ഏറ്റവും നല്ല വിധി കർത്താവ് ആരാ? അലി.
വ അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, എൻ്റെ ഉമ്മത്തികളിൽ ഹലാൽ ഹറാമിനെ കുറിച്ച് ഏറ്റവും ധാരണയുള്ള അറിവുള്ള ആൾ ആരാ? അതാണ് നമ്മുടെ വ്യക്തിത്വം. ആരാ? മുആദ് ബിൻ ജബൽ. മുആദ് ബിൻ ജബൽ. പിന്നെ വലികുല്ലി ഉമ്മത്തിൻ അമീന വ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞത് ആരെ? അബൂ ഉബൈദ അബ്ദുള്ള ഇബ്നു ആമിർ അൽ ജറാഹ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി ആകണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുആദിനെ കുറിച്ചാണ് പറയുന്നത്. അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, ഹലാൽ ഹറാമിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള ആൾ എന്ന് പറയുന്നത് മുആദിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയുന്നതാണ്, ഇന്ന മുആദൻ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ ഷാകിറൻ ലിഅൻഉമി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം. ഇങ്ങനെ ഇഖ്തിബാസ് എന്നതിന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങൾ പറയുന്നത് ആരെക്കുറിച്ചാണ്? വിശുദ്ധ ഖുർആനിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇതൊരു രണ്ടായത്തിൻ്റെ ഭാഗമാണല്ലോ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിലാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തായിരുന്നു. ഖാനിതൻ ലില്ലാഹ്, അള്ളാഹ്ക്ക് ഭവ്യനായിരുന്നു. ഹനീഫൻ, ഋജുമാർഗിയായിരുന്നു. വമാ കാന മിനൽ മുശ്രികീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല. ഷാകിറൻ ലിൽ അൻഉമി, പടച്ചോൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ദാസനായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസ്ഫാണ് ഇതൊക്കെ. ഇജ്തബ, അള്ളാഹു അദ്ദേഹത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തു. വഹദ ഇലാ സിറാത്തി മുസ്തഖീം, നേർമാർഗത്തിലേക്ക് അള്ളാഹു വഴി കാണിച്ചു. ഇതൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഗുണങ്ങളാണ്. മുആദിനെ കാണുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയാം, ഇന്ന മുആദൻ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വമാ കാന മിനൽ മുശ്രികീൻ ഷാകിറൻ ലിഅൻഉമി ഇജ്തബാ വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം. ഇങ്ങനെ പ്രയോഗിക്കും. ഇഖ്തിബാസ് എന്ന ഇതിൽ സാഹിത്യത്തിൽ പറയും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസ്ഫ് അത് മുആദിൽ ചാർത്തുകയാണ്. പൂർണ്ണ അളവിലല്ല, പക്ഷേ എന്നാലും മുആദ് റളിയല്ലാഹു തആലയുടെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ ആരെക്കുറിച്ചാണ്? എത്ര വയസ്സേ ഉള്ളൂ, പക്ഷേ എവിടെ എത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ സമയം മുആദ് മദീനയിലില്ല. തിരുനബി വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് മുആദിനെ എന്ത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് അയക്കുന്നത്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാലുകൾ കൊണ്ട് നടക്കുന്നു. മുആദ് വാഹനപ്പുറത്തേറി അദ്ദേഹത്തെ യമനിലേക്ക് യാത്ര അയക്കുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇനി നിങ്ങൾ വരുമ്പോൾ ഞാനുമായി സന്ധിച്ചോളണമെന്നില്ല, എൻ്റെ ഖബറിനരികിൽ ഇവിടെ ആയിരിക്കാം നിങ്ങളുടെ വരവ് എന്നൊക്കെ പറയുന്നുണ്ട്. മുആദ് കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യമനിലേക്ക് അയച്ചു. നിറഞ്ഞ കണ്ണുകളിൽ മുആദ് മദീനയെ യാത്രയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ത്യയാത്ര പറഞ്ഞിട്ടാണ് യമനിലേക്ക് പോയത്. ആ യാത്രയിൽ തിരുവിയോഗശേഷം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ മുആദ് മടങ്ങുന്നുണ്ട്, യമനിൽ നിന്ന് മടങ്ങുന്നുണ്ട്. മടങ്ങുമ്പോൾ കൂടെ കുതിരകൾ, ഒട്ടകങ്ങൾ, സമ്പത്തുക്കൾ. ഉമർ കണ്ടു. ഉമർ ചോദിച്ചു, യാ മുആദ് ബഅസക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബഅസക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമൻ അം താജിറൻ? മുആദ്, നിങ്ങളെ റസൂലുള്ളാഹി അയച്ചത് അവിടെ പഠിപ്പിക്കാനാണോ അതല്ല കച്ചവടത്തിനാണോ പറഞ്ഞയച്ചത്, അല്ല മുഅല്ലിമായിട്ട് പറഞ്ഞയച്ചതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ റസൂൽ തന്നെ ചോദിച്ചത് മുഅല്ലിമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ എന്താ? ഈ കൂടെയുള്ള ഈ വിഭവങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹാദാ കസ്ബി വ തിജാറത്തി, ഞാൻ അവിടെ പോയിട്ട് മുഅല്ലിമാണ്, പക്ഷേ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, ഇതെൻ്റെ സമ്പാദ്യമാണ്, കച്ചവടമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താങ്കളെ മുഅല്ലിമായിട്ടാണ് അയച്ചിട്ടുള്ളത്, ഇതൊക്കെ ബൈത്തുൽ മാലിക്ക് കൊടുക്കണം. അതാണ് ഉമറിൻ്റെ ഭാഷ. അബൂബക്കർ റളിയല്ലാഹു ഖലീഫ. ഉമർ ചെന്നിട്ട് പറയാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട്, മുആദിൻ്റെ അടുത്ത് അതൊക്കെ വാങ്ങണം ബൈത്തുൽ മാലിലേക്ക്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു മുആദിനെ വിളിച്ചു. മുആദ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ വിവരം പറഞ്ഞു, വിഷയം പറഞ്ഞു, ഇത് എൻ്റെ സമ്പാദ്യമാണ് എന്നുള്ളത്. പക്ഷേ ഉമറിൻ്റെ ഭാഷ പ്രകാരം അബൂബക്കർ റളിയല്ലാഹു അത് വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു തആല അത് കൊടുക്കാൻ തയ്യാറാകുകയാണ്. പക്ഷേ തയ്യാറായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അത് മുആദിൻ്റെ സമ്പാദ്യമാണ് എന്നുള്ളത് വിധിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. മുആദ് റളിയല്ലാഹു തആല തൻ്റെ സ്വാർത്ഥതയെ അവിടെ ബലി കഴിക്കാൻ മാത്രം അദ്ദേഹം ദീനും സൂക്ഷ്മതയുള്ള യുവാവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ നമ്മൾ വായിക്കുമ്പോൾ, തിരുചരിതം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും യാത്രയിൽ ഈ മുആദിനെ പിന്നിലിരുത്തിയിട്ടാണ് യാത്ര ചെയ്ത് നമ്മൾ വായിക്കുന്നത്. കുൻതു റദീഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരി യുഖാലു ലഹു യഅഫൂർ
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നവനായിരുന്നു ഈ യാഫൂർ എന്ന ഒരു കഴുതപ്പുറത്ത്. റസൂലുള്ളാഹിൻ്റെ യാത്രാമൃഗമായിരുന്നു യാഫൂർ. അതിൻ്റെ പിറകിൽ അതിന്മേൽ റസൂലുള്ളാഹിൻ്റെ പിറകിൽ തിരുനബിയോട് ഒട്ടിയിരുന്ന് യാത്ര ചെയ്യുന്നവനായിരുന്നു ഞാൻ. ഹദീസിൽ കാണാം, ഒരു ദിവസം ഈ യാഫൂർ റസൂലുള്ളാഹിയും മുആദും അയിമ യാത്ര ചെയ്യുക, ഇളകി ഓടി. റസൂലുള്ളാഹി വീണ്, മുആദും വീണ്, അയിമന്ന് വീണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിരുന്നു, മുആദിനെ പിന്നിലിരുത്തി. വീണ്ടും ഈ യാഫൂർ അടിതെറ്റി റസൂലുള്ളാഹി വീണു, മുആദും വീണു. 3 തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ തൻ്റെ പിന്നിലിരുത്തിയിട്ട് യാത്ര തുടർന്നാണ്. പിന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചില ദീനി കാര്യങ്ങൾ അതദ്രി യാ മുആദ് എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിച്ചതും നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നത്. മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗവനത്തിൽ ഒരുക്കിയത്, വളർത്തിയത് അതിൻ്റെ പോഷിപ്പാണ്. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേറ്റിട്ട് ജനങ്ങൾ വരുമ്പോൾ ഉലമാക്കളുടെയൊക്കെ മുന്നിൽ, എത്രയോ മുന്നിൽ മുആദ് റളിയല്ലാഹു തആല അൻഹു അവരുടെയൊക്കെ ആലിമായിട്ട് റസൂൽ അവിടെ പരലോക കോടതി അണയുമെന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ചരിത്രം ഇതുപോലെ അതിൻ്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ജീവിത നാളുകളിൽ നിന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു യൂത്ത്. അനസ് റളിയല്ലാഹു തആല അൻഹു അത് പറയുന്നുണ്ട്. എങ്ങനെ? ബീർ മഊന സംഭവം. ബീർ മഊന നമുക്കറിയാം. ഒരു വിഭാഗം മദീനയിലേക്ക് വന്നു. ബനു ആമിർ എന്ന് പറയുന്ന ഒരു ഗോത്രം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്കും പറ്റിക്കാനെന്ന പോലെയാണ്, അല്ലെങ്കിൽ അവരുടെ വരവ്. അവരുടെ നാട്ടിലൊക്കെ ഇസ്ലാം ആശ്രയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ, ഇസ്ലാം പഠിപ്പിക്കാൻ, സുന്നത്ത് പഠിപ്പിക്കാൻ കുറച്ച് ആളുകളെ വിട്ടുതരണം എന്നിട്ടാണ് അവർ വന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് എത്ര ആളുകളെ വിട്ടുകൊടുത്തു എന്നാണ്? എത്ര ആളുകളാണ്? 70 ആളുകളെ. അനസ് റളിയല്ലാഹു തആല അൻഹു ആ 70 ആളുകളെക്കുറിച്ച് പറയുന്നത്, കാന ശബാബൻ മിനൽ അൻസാർ 70 കാന ശബാബുൻ മിനൽ അൻസാർ 70 റജുലൻ യുഖാൽ ലഹുമുൽ ഖുറ എന്നാണ്. അൻസാരികളിൽ നിന്ന് യുവാക്കൾ 70 പേർ, അവർക്ക് അൽ ഖുറ എന്നായിരുന്നു പറയപ്പെടാറ്. ഖാന ഷബാബ് മിനൽ അൻസാർ, അൻസാരികളിൽ നിന്നുള്ള ഷബാബ്. തീർന്നില്ല. ആ യുവാക്കൾ അതെങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആരാക്കിയിരുന്നു, എവിടെ എത്തിച്ചിരുന്നു എന്നതിൻ്റെ ചരിത്രമാണ് പിന്നെ അനസ് പറയുന്നത്, അവരുടെ വിശേഷമായിട്ട്. അതാണ് നമ്മുടെ വിഷയം. അവർക്ക് അൽ ഖുറ എന്നാണ് പറയുന്നത്. ഖുറ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഓതുന്നവർ എന്നല്ല, ഖുർആൻ പണ്ഡിതന്മാർ എന്നാണ്. അവർ ഖുർആൻ ഓതും, പഠിക്കും, പാരായണം ചെയ്യും, പഠിപ്പിക്കും. അവർ പണ്ഡിതരാണ്, പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരാണ്. അതാണ് അൽ ഖുറ എന്ന് പറഞ്ഞാൽ. അൽ ഖുറ എന്ന സ്ഥാനപ്പേരിന് യോഗ്യരായ 70 യുവാക്കൾ. എന്താണ് അവരെക്കുറിച്ച് പറയുന്നത് അറിയോ? അനസ് റളിയല്ലാഹു തആല പറയുന്നത്, കാന യഖറഊന അൽ ഖുർആൻ വയതദാറസൂനഹു ബില്ലൈൽ യതഅല്ലമൂൻ. അവർ ഖുർആൻ റീഡ് ചെയ്യായിരുന്നു, ഖുർആൻ ഓതുമായിരുന്നു. വയതദാറസൂനഹു ബില്ലൈൽ, രാത്രി ഖുർആൻ അന്യോന്യം പഠിക്കുമായിരുന്നു. യതഅല്ലമൂൻ, യതദാറസൂനഹു ബില്ലൈൽ യതഅല്ലമൂൻ. തദാറസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യോന്യം പാരായണം ചെയ്ത് പഠിക്കുക. തഅല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വിശുദ്ധ ഖുർആൻ്റെ വിഷയങ്ങളൊക്കെ പഠിക്കുക. അതായിരുന്നു അവരുടെ നൈറ്റിൽ, രാത്രിയിലെ അവരുടെ തൊഴിൽ. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പകലൊക്കെ ഉറങ്ങായിരിക്കും. പക്ഷേ പകലിലോ വക്കാനു ഫിൻ നഹാർ, പകലിൽ അവരായിരുന്നു യജീഊന ബിൽ മാ ഫയദഊനഹു ഫിൽ മസ്ജിദ്, അവർ വെള്ളം കൊണ്ടുവരുമായിരുന്നു, എന്നിട്ടത് മസ്ജിദുൻ നബവിയിൽ വെക്കും. വെള്ളം കൊണ്ടുവന്നിട്ട് മസ്ജിദുൻ നബവിയിൽ വെക്കണത് എന്തിനാ? ആളുകൾക്ക് കുടിക്കാൻ മാത്രമല്ല, പിന്നെയോ ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ. വിശുദ്ധ മദീന ജലം ദുർലഭമായ നാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ മദീനയിൽ ജലസ്രോതസ്സുകൾ പരിമിതമാണ്. അതുകൊണ്ടാണ് മൈ അഷ്തരീലി റൂമ അഷ്തരി ലഹുൽ ജന്ന എന്നൊക്കെ പറഞ്ഞത്, റൂമ കിണറൊക്കെ വാങ്ങാൻ പറഞ്ഞത്. നിർണിത ജലസ്രോതസ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് വേണം? ആളുകൾക്ക് ശുദ്ധീകരിക്കാൻ വെള്ളം വേണം, ആളുകൾ കുടിക്കാൻ വെള്ളം വേണം. ഈ 70 യുവാക്കളുടെ തൊഴിലതായിരുന്നു. പകലിൽ അവരെന്ത് ചെയ്യും? വെള്ളം കൊണ്ടുവരും. ഫയദഊന ഫിൽ മസ്ജിദ്, എന്നിട്ട് മസ്ജിദുൻ നബവിയിലെ വെള്ളം വെക്കും ആളുകൾക്ക് ഉപയോഗിക്കാൻ. തീർന്നില്ല. വകാനു യഹ്തതിബൂൻ, അവർ വിറക് ശേഖരിക്കുമായിരുന്നു. സുമ്മ യബീഊനഹു, എന്നിട്ട് അവർ ആ വിറക് വിൽക്കും. വയഷ്തറൂന ബിഹി തആം, എന്നിട്ട് ആ പൈസ കൊണ്ട് അവർ ഭക്ഷണം വാങ്ങും. ആർക്ക്?
അവർക്കാ അല്ല, ലി അഹ്ലി സുഫത്തി വൽ ഫുഖറ, അഹ്ലുസുഫക്കും ഫക്കീറന്മാർക്കും വിറക് ശേഖരിക്കാൻ പോവുക. എന്നിട്ട് ആ വിറക് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ വിൽക്കുക. എന്നിട്ട് അതിൻ്റെ കാശ് കൊണ്ട് അവർ ഭക്ഷണം വാങ്ങും. ആർക്ക് ഭക്ഷണം? അഹ്ലുസുഫ, അതേപോലെ ഫുഖറ. ആരെ ഈ അഹ്ലുസുഫ? എന്താ ഫുഖറാവും അഹ്ലുസുഫയും തമ്മിൽ വ്യത്യാസം എന്താ? ചിലർ ഉറങ്ങുന്നുണ്ട്, എന്നാലും ഇവിടെ ഉറങ്ങിയിട്ടില്ലേ? അഹ്ലുസുഫ ആരാ? ഇൽമ പറഞ്ഞെങ്കിൽ നമുക്കിങ്ങനെ മനാമയിലൂടെ കൂർക്കാൻ വലിക്കുമ്പോൾ വരണതല്ല കേട്ടോ. അങ്ങനെ ഇൽമിട്ടുന്ന ആളുകളുണ്ട് കേട്ടോ. അതൊക്കെ ആ ഉറങ്ങുന്ന ടൈമിൽ നല്ല സ്വപ്നങ്ങളൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകാനാണ്. ഇൽമ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് പഠിച്ച് ഉണ്ടാക്കി തന്നെ വേണം, ശ്രദ്ധ കൊടുക്കണം. തയ്ഫ് അഹ്ലുസുഫ എന്ന് പറഞ്ഞെങ്കിൽ മദീനയിലേക്ക് പലായനം ചെയ്ത് വന്ന മസ്ജിദ് നബവിയിലെ ആശ്രിതരാണ്. അവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, അവർക്ക് പശിയടക്കാൻ ഭക്ഷണമല്ല. ആരെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിൽ നിന്ന്, ഹുജറകളിൽ നിന്ന് നൽകപ്പെടുന്നതായിരുന്നു അവരുടെ വരുമാനം. അതായിരുന്നു അവർക്ക് തിന്നാണ്ടായിരുന്നത്. അവർ മസ്ജിദ് നബവിയുടെ ഭാഗത്ത് ആശ്രിതരായിരുന്നു. അവരാണ് അഹ്ലുസുഫ. പിന്നെ മദീനയിൽ വേറെയും ഫുഖറാക്കളുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം വാങ്ങാനായിരുന്നു ഇവർ വിറക് ശേഖരിച്ചിരുന്നത്. 70 ആളുകൾ. ഈ 70 ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുകൊടുക്കുന്നത് മദീനയിൽ നിന്ന്. ആർക്ക്? ഈ ഗോത്രക്കാർക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി, കിതാബ് സുന്നത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരെയാണ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തത്? ഈ ബനൂ ലഹിയാൻ മറ്റ് തുടങ്ങിയ ആളുകൾ വഴിയിൽ വെച്ചിട്ട് ചതിച്ച് ഇവരെയാണ് കൊന്നത്. ഈ 70 ആളുകളെ ആണ് വധിക്കേണ്ടായി. അതിൽ പെട്ടതാണ് നമ്മൾ പിന്നെ സെയ്ദ് ബിൻ ദസിന്ന, അതേപോലെ തന്നെ ഹുബൈബ് ബിനു അദി തുടങ്ങിയവരൊക്കെ നമ്മൾ വായിക്കില്ല. ആസിം തുടങ്ങിയ സഹാബികളൊക്കെ ചരിത്രം വായിക്കുന്നത് അവരൊക്കെ ഇതിൽപ്പെട്ടതായിരുന്നു. നോക്കി നിങ്ങൾ, ഈ 70 യുവാക്കളെ അവിടേക്ക് നിയോഗിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കണ്ടു. അവിടെ വേറെ യുവാക്കൾ ഇഷ്ടം പോലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, അവരുടെ രാവുകളുടെ ഒരു ധന്യത, അവരുടെ പകലുകളുടെ ഒരു മികവ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗവനത്തെ പരിഗണിച്ചു, പ്രത്യേകം അവരിൽ ശ്രദ്ധിച്ചു, ഇவ்விധം അവരെ സജ്ജമാക്കി എന്നുള്ളത് ഈ ചരിത്രങ്ങൾ നമ്മളോട് പറയല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീൻ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ നമ്മൾ പലതെടുത്താൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീകൾ നമ്മൾ പലതെടുത്തിട്ടുണ്ടെങ്കിൽ, പുരുഷായുസിൽ ഈ ഒരു യൗവനത്തിൻ്റെ ഘട്ടം അത് താണ്ടുന്നവരെ ഏറെ ശ്രദ്ധിച്ച, പരിഗണിച്ച, അവരുടെ വിഷയങ്ങൾ ഗൗരവത്തിൽ കണ്ട ദീനാണ് നമ്മുടെ ദീൻ. കാരണം എന്താ? യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടുകൂടി പുരുഷായുസിൽ മറ്റൊരു സ്റ്റേജിലുമില്ലാത്ത അവസ്ഥാവിശേഷങ്ങളും സവിശേഷതകളൊക്കെയാണ് ശരീരത്തിലായാലും ധിഷണയിലായാലും വികാരത്തിലായാലും വിചാരത്തിലായാലും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ കാണാം, ഇന്ന റബ്ബക ലയഅജബു മിൻ ശാബിൻ ലൈസ ലഹു സബുവ. സബുവത്തില്ലാത്ത ഒരു യുവാവിൻ്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് ഭയങ്കര കൗതുകമുണ്ട്, അള്ളാഹ്ക്ക് ഭയങ്കര ആശ്ചര്യമുണ്ട് എന്ന് പറയുന്നത്. എന്താ സബുവത്തില്ലാത്തതെന്ന് പറഞ്ഞാൽ? അൽ മൈലു ഇലൽ ഹവ എന്നാണ്. ജഡികേച്ഛയിലേക്ക്, ദേഹേച്ഛയിലേക്ക് ചായ്വില്ലാത്ത വികാരം ഉണ്ടല്ലോ, ആ വികാര ജീവിതം, അതിലേക്ക് ചായ്വില്ലാത്ത ഭക്തി, സൂക്ഷ്മത, നിയന്ത്രണം, ഇതൊക്കെയുള്ള യുവാക്കൾ അവരെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്, കൗതുകമാണെന്നാണ് പറയുന്നത്. അള്ളാഹ്ക്ക് അങ്ങനത്തെ ആളുകളെ ഏറ്റവും ഇഷ്ടമെന്ന് പറയുമ്പോൾ അതിനൊരു മഫ്ഹൂമുണ്ട്, അതിനൊരു മറുവായന നടത്താനൊരു വിഷയം ഉണ്ട്. എന്താ? യൗവനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? ഈ ഒരു വിഷയങ്ങൾ, ശരീരത്തിൽ മാറ്റങ്ങളുടെ, ചിന്തയിൽ മാറ്റങ്ങളുടെ, ധിഷണയിൽ, വിചാരത്തിലൊക്കെ മാറ്റങ്ങളുടെ ഒരു പ്രത്യേക അവസ്ഥയാണ്. അപ്പോൾ ഒരു സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഏതുപോലെ, നമ്മളിപ്പോൾ ഇവിടെ സൂറത്ത് യൂസുഫാണ് എടുക്കുന്നത് അല്ലേ. സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളത് വായിക്കണത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അളക്കാനുള്ള അളവുകോൽ എന്താണ്? നിയന്ത്രണത്തിൻ്റെ വിഷയത്തിൽ, സൂക്ഷ്മതയുടെ വിഷയത്തിൽ. വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമ വകദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് അള്ളാഹു പറയുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്. വലമ്മ ബലഗ അശുദ്ധഹു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പൗരുഷത്തിൻ്റെ, യൗവനത്തിൻ്റെ തികവിലെത്തിയപ്പോൾ ഒരു 30കാരൻ അല്ലെങ്കിൽ ആ സ്റ്റേജിലുള്ള ഒരാളെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ചിലർ വേണം അതല്ല 20 അങ്ങോട്ട് പിന്നിട്ടെ, അല്ലെങ്കിൽ 18ൻ്റെ തികവിൽ എന്നൊക്കെ. എന്തായാലും ശേഷിയിൽ, ക്ഷമുഷിയിൽ, കരുത്തിൽ,
പേശീബലത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തികവിലാണ്. ആ ടൈമിലാണ് അള്ളാഹു അദ്ദേഹത്തിന് ഹുക്കുമ ഇൽമ നൽകുന്നത്, നുബുവത്ത് നൽകുന്നത്. ശരി, അദ്ദേഹം വസിക്കുന്നതോ ഒരു ഭൃത്യനെന്ന പോലെ അസീസിൻ്റെ കൊട്ടാരത്തിൽ. അസീസിൻ്റെ ഭാര്യയാണുള്ളത്, സഹധർമ്മിണി. ഈ ആയത്തിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? വകദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞിട്ട് വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക്. ആ പെണ്ണൊരുത്തി രാജ്ഞിയാണ്, കുലീനയാണ്, കുബേരയാണ്. ശാരീരികമായി സൗന്ദര്യം നന്നായി നിഴലിക്കുന്ന പ്രകൃതാണ്. ശാസന അധികാരമുള്ളവളാണ്. രാജ്ഞി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ യുവാവ്, ഒരു വൃത്യനെന്ന പോലെ യൂസുഫ് അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ പരീക്ഷണം. എന്നിട്ട് വഗൽ റാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അങ്ങനെ ഒരു ഭാവമേ ഇല്ല. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്കൊരു ചായ്വോ അതിനെക്കുറിച്ച് ചിന്തയോ ഇല്ല. യൂസുഫും സുന്ദരനാണ്, സുമുഖനാണ്. ഓത്തിയ ഷത്ര അൽ ഹുസൻ എന്നാണ് സൗന്ദര്യത്തിൻ്റെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും സുന്ദരൻ. അതിൻ്റെ പകുതി നൽകപ്പെട്ട അനുഗ്രഹീതനാണ് യൂസുഫ് അലൈഹിസ്സലാം, അൽ കരീം, ഇബ്നുൽ കരീം. അങ്ങനെയുള്ള യൂസുഫ്, അദ്ദേഹത്തിന് ഒരിക്കലും ഉദ്ദേശമല്ല, പക്ഷേ ഈ സ്ത്രീക്ക് തികഞ്ഞ ഉദ്ദേശമാണ്. അവർക്ക് ഭയങ്കര താല്പര്യം ജനിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർ വഗല്ലഖത്തിൽ അബ്വാബ്, വാതിലുകളൊക്കെ അടച്ചു. അവരുള്ളിടത്തേക്ക് 7 വാതിലുകൾ അതൊക്കെയും അടച്ചു എന്നാണ് ചരിത്രം. എന്നിട്ട് വഖാലത്ത് ഹൈതലക്. ഹൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ വരൂ എന്നാണ്. ഹൈത്ത കഴിഞ്ഞിട്ട് ലക്ക എന്നുണ്ട്. എന്താ വരൂ എന്ന് പറയുമ്പോൾ യൂസുഫ് അത്ഭുതപ്പെടുകയാണ്. വേറെ ആരെയും വിളിക്കണം, ഇന്നെന്തിനാ വിളിക്കണേ? അപ്പോൾ വേറെ എടുക്കും നോക്കണ്ട, എന്നെ തന്നെ വിളിക്കണം, ലക്ക് ഇങ്ങോട്ട് വരാൻ പറയണം. അസ്തഗ്ഫിറുല്ലാഹ്. എന്താ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ. ഇങ്ങനെയാണ് പ്രതികരിച്ചത്. ഒരു സ്ത്രീ വിളിക്കുന്ന സമയം അവരെന്തിനു ഒരുങ്ങിയിട്ടാണ് വിളിക്കണമെന്ന് ആലോചിക്കണം, അവരുടെ അവസ്ഥ എന്ന് നോക്കണം. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മഅദല്ലാഹ്, അള്ളാഹുവിൽ ശരണം എന്ന് പറഞ്ഞ് അള്ളാഹുവേ കാവിലേകണമേ എന്ന് ദുആ ചെയ്തു. കാവിലേകണമേ. പഠിച്ച റബ്ബിനെ കുറിച്ച് ഓർത്തു. പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിനുള്ള വിശ്വാസം അത് രൂഢമൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിച്ചവൻ്റെ കാവലുണ്ടായി. തൻ്റെ യജമാനെ ഓർത്തു. ഈ കൊട്ടാര ജീവിതം തനിക്ക് കനിഞ്ഞ യജമാനൻ കിണറ്റിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു വിഗണിക്കപ്പെട്ട ബാലനായിരുന്നു യൂസുഫ്. പിന്നീട് ഈജിപ്തിൻ്റെ സൂക്കിൽ, മാർക്കറ്റിൽ തുച്ഛവിലക്ക് വിൽക്കപ്പെട്ട ഒരു അടിമക്കുട്ടിയായിരുന്നു യൂസുഫ്. പക്ഷേ ആ യൂസുഫിനെയാണ് അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് കൊട്ടാരത്തിലെ ഒരു ജീവിതത്തിന് ഈ യജമാനൻ നിശ്ചയിച്ചത്. അത് വലിയൊരു നന്ദി പ്രകാശിപ്പിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ യജമാനൻ, എൻ്റെ താമസം അനുഗ്രഹീതമാക്കിയ യജമാനാണ്. ഈ പണി ഞാൻ ചെയ്താൽ അത് അദ്ദേഹത്തോടുള്ള നന്ദികേടാണ്. പിന്നെ മാത്രമല്ല, സ്വന്തം വിഷയം താൽക്കാലിക സുഖത്തിന് വേണ്ടി ഒരു പെണ്ണിൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നഹു ലാ യുഫ്ലിഹു ദ്ദാലിമൂൻ, അത് അക്രമമാണ്, സ്വന്തത്തോടുള്ള അക്രമമാണ്. അക്രമി ഒരിക്കലും വിജയിക്കൂല. സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ചു, ബാക്കിയുള്ളവരെക്കുറിച്ച് ആലോചിച്ചു, പ്രപഞ്ചനാഥനെക്കുറിച്ച് ആലോചിച്ചു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആ യൗവനത്തിൻ്റെ തികവിൽ പരിശുദ്ധനായി, പതിവ്രതനായി പരിലസിച്ചു. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരായി? അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെക്കുറിച്ച് ഇന്നാ ലനറാക മിനൽ മുഹ്സിനീൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വാഴ്ത്തപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയെത്ര അനുഗ്രഹങ്ങൾ നൽകി, എത്രയെത്ര അനുഗ്രഹങ്ങൾ നൽകി. ഹദീസിൽ അൽ കരീം ഇബ്നുൽ കരീം അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം. അൽ കരീമായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ, അൽ കരീമായ ഇസ്ഹാഖിൻ്റെ മകൻ, അൽ കരീമായ യാക്കൂബിൻ്റെ മകൻ, അൽ കരീം യൂസുഫ്. അതാണ് വിശേഷണം. ആ സൽപ്പേര്, നല്ല കീർത്തി, അതെന്നേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയത് ഇങ്ങനെയാണ്. നമ്മളൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പടച്ച റബ്ബ് നമുക്കൊരു നല്ല ഫ്യൂച്ചർ, സൽപ്പേര് നമുക്ക് നൽകാൻ. നമുക്ക് നല്ല പേരുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കും നല്ല പേരുണ്ടാവുകയുള്ളൂ. അതില്ലെങ്കിൽ അതാ തൻ്റെ മകനാന്നാ പറയുക. നാട്ടക്കനുസരിച്ചാണ് നേയൽ എന്നാ പറയുക. നേയൽ വളഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ട വളഞ്ഞതുകൊണ്ടാണ്. നമ്മളുടെ ദുഷ്പേര് മാതാപിതാക്കൾക്ക് ദുഷ്പേര്. ചില മാതാപിതാക്കൾ മരിച്ച് മൺമറഞ്ഞ്
പരലോകയാത്രയിലായിരിക്കും. ഇവിടെ ജീവിക്കണ മക്കൾ ആ മാതാപിതാക്കൾക്ക് ഖബറിൽ സമ്മാനിക്കുന്നത് എന്താണ്? നമുക്കൊരു നല്ല പേരും നമ്മളെ ആളുകൾ ധന്യമായി സ്മരിക്കുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ അത് നമ്മുടെ മാതാപിതാക്കൾക്ക് കൂടി സൽപ്പേരാണ്. പക്ഷെ നമ്മൾ ദൂഷിച്ച് നാറിയിട്ടുണ്ട് എങ്കിൽ നമ്മളും കെട്ടു, നമ്മൾ മറ്റുള്ളവരെ കെടുത്തുന്ന ദുരവസ്ഥ ഉണ്ടാവുക. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. നഊദുബില്ലാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ പ്രത്യേകിച്ച് നമ്മൾ യങ് യൂത്ത് പ്രത്യേകിച്ച് മനസ്സിൽ നമ്മൾ വെക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഈ അടുത്ത് വായിക്കുകയും അതേപോലെ തന്നെ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബിശ്റുൽ ഹാഫിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട്. ബിശ്ർ ബിനുൽ ഹാഫി ഇബ്നു അബ്ദുറഹ്മാൻ അൽ മർവസി എന്ന് പറയുന്ന മഹാൻ. ബിശ്റുൽ ഹാഫി ഒരു കാലത്ത് അദ്ദേഹം യുവാവായിരിക്കെ ഏറെ പരീക്ഷിക്കപ്പെട്ടിരുന്നു. ഇറാഖിൽ മറു എന്ന് പറയുന്ന നാട്ടുകാരനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം മർവസി. ഒരു ദിവസം അദ്ദേഹം കൂട്ടുകാരോടൊത്ത് വീട്ടിൽ ആടിപ്പാടി രസിക്കുകയാണ്. ബഹളമയമാണ് ആ വീട്. അപ്പോൾ വീട്ടിനരികിലൂടെ ഒരു ദാർശനികൻ, ഒരു പണ്ഡിതൻ നടന്നു പോവുകയാണ്. ആർപ്പും വിളിയും കേട്ടിട്ട് ഈ പണ്ഡിതൻ വീട്ടിലുള്ളവരോട് വിളിച്ചു ചോദിക്കുകയാണ്, ഈ വീട് ഒരു ഹുറിൻ്റേതാണോ അതല്ല ഒരു ആബിദിൻ്റേതാണോ, ഒരു സ്വതന്ത്രനായ വ്യക്തിയുടേതാണോ ഒരു അടിമയുടേതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നൊരു പെൺകൊടി, ഒരു ജാരിയത്ത് പുറത്തേക്ക് നോക്കിയിട്ട് പറയാണ്, ഇതൊരു സയ്യിദിൻ്റെ വീടാണ്, ഇതൊരു ഹുറിൻ്റെ സ്വതന്ത്രൻ്റെ വീടാണ്, അടിമൻ്റെ വീടൊന്നുമല്ല. അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു എന്നാണ്, സദഖ്തി, നീ പറഞ്ഞത് സത്യമാണ്. ലൗഖാന ആബുദൻ, ഈ വീട്ടുടമസ്ഥൻ ഒരു അടിമനെയായിരുന്നുവെങ്കിൽ ലസ്തഅമല ആദാബൽ ഉബൂദിയ്യ, അടിമത്തത്തിൻ്റെ മര്യാദകൾ പാലിക്കുമായിരുന്നു. വഖാഫ മിൻ മൗല, അടിമനെക്കുറിച്ച് ഒരു പേടി ഉണ്ടാകുമായിരുന്നു, സയ്യിദിനെക്കുറിച്ച് ഒരു പേടി ഉണ്ടാകും. ഒരു അടിമൻ്റെ വീടായിരുന്നുവെങ്കിൽ യജമാനെ കുറിച്ചൊരു പേടി ഉണ്ടാകുമായിരുന്നു. യജമാനുള്ള വിധേയത്വത്തിൻ്റെ ചില ലക്ഷണങ്ങൾ, അദബുകൾ പാലിക്കുമായിരുന്നു. നീ പറഞ്ഞത് ശരിയാണ്, ഇതൊരു സ്വതന്ത്രനായ ഒരു ആളുടെ വീട് തന്നെയാണ് നട്ട് പണ്ഡിതൻ പോയി. അപ്പോഴാണ് ബിശ്റുൽ ഹാഫി ഈ ആടിപ്പാട്ടത്തിനിടയിൽ ഇത് കേൾക്കണേ, ഈ സംഭാഷണം കേൾക്കണേ, ചോദ്യവും പെണ്ണിൻ്റെ പ്രതികരണവും. അപ്പോൾ ബിശ്റുൽ ഹാഫി അവിടെ നിന്ന് ഓടി വരികയാണ്. പെണ്ണിനോട് ചോദിക്കുകയാണ്, മൻ തകല്ലംതി, നീ ആരോടാ സംസാരിച്ചത്? അപ്പോഴത്തേക്ക് സംസാരിച്ച ആൾ പോയിരുന്നു. എന്താ സംസാരിച്ചത്? അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പോയ വഴിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത്, ഈ വഴിയെ പോയിട്ടുണ്ട്. അപ്പോൾ ബിശ്റുൽ ഹാഫി വീട്ടിൽ നിന്നിറങ്ങി, നഗ്നപാതനാണ്. അയാളുടെ പിന്നാലെ ഓടി അയാളോട് ചേർന്ന് അയാളോട് ചോദിക്കുകയാണ്, യാ സയ്യിദി, എൻ്റെ യജമാനരെ, ആയിദ അലയ്യൽ കലാം, നിങ്ങളുടെ ആ സംസാരം അതൊന്നും കൂടി പറയാൻ. പെണ്ണിനോട് പറഞ്ഞ സംസാരം, അൻതല്ലദി ഖാതബ്തൽ ജാരിയ, നിങ്ങളാണോ ജാരിയത്തിനോട് സംസാരിച്ച പെണ്ണിനോട് സംസാരിച്ചത്? ആയിദ അലയ്യൽ കലാം. അദ്ദേഹം പറയാണ്, പെണ്ണിനോട് ഞാൻ സംസാരിച്ചു, പെണ്ണിനോട് ഞാൻ ചോദിച്ചു, ഇതൊരു അടിമൻ്റെ വീടാണോ അതല്ല ഇതൊരു സ്വതന്ത്രനായ ഒരു വ്യക്തിയുടെ വീടാണോ? അപ്പോൾ അവർ പറഞ്ഞു, സ്വതന്ത്രനായ ഒരു വ്യക്തിൻ്റെ വീടാണ്, അടിമൻ്റെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ പെണ്ണിനോട് പറഞ്ഞത്, സദഖ്തി, നീ പറഞ്ഞത് ശരിയാണ്. ലൗഖാന ലിൽ അബ്ദി ലഖാഫ മിൻ മൗല, ഒരു അടിമൻ്റെ വീടായിരുന്നുവെങ്കിൽ യജമാനെ കുറിച്ച് ബോധം ഉണ്ടാവും, ബഹളം ഉണ്ടാവില്ല, ഈ ആർപ്പും വിളിയും കൂത്താട്ടവും ഉണ്ടാവില്ല, ഈ തർബും ലഹുവും മുട്ടും വിളിയും ഈ വീട്ടിലുണ്ടാവില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ പണ്ഡിതൻ്റെ വർത്തമാനം ബിശ്റുൽ ഹാഫിയുടെ മനസ്സിൽ കത്തി, അത് അദ്ദേഹത്തെ ദീപ്തമാക്കി ജ്വലിപ്പിച്ചു. അവിടെ മുതൽ എന്താ ഈ പ്രയോഗത്തിൻ്റെ ഇവിടെ ഉദ്ദേശിച്ച പറഞ്ഞ മൗല ഒന്ന് വേറെയാണ്, ഉദ്ദേശിച്ച മൗല വേറൊന്നാണ്. പറഞ്ഞ അടിമ ഒന്നാണ്, ഉദ്ദേശിച്ച അടിമ വേറൊന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന മൗലനെ കുറിച്ച് ബോധമുണ്ട്. ഞാൻ ആ മൗലയുടെ സയ്യിദ് അള്ളാഹുവിൻ്റെ അടിമയാണ് എങ്കിൽ ആ പേടിയിൽ ഞാൻ ഈ അരങ്ങ് തകർത്തുള്ള ഈ ജീവിതം ഉണ്ടാവും എനിക്ക്. അതിനെക്കുറിച്ച് ആലോചിക്കാനാണ്. അതുകൊണ്ടാണ് ബിശ്റുൽ ഹാഫി എന്ന് പറയുന്ന ഈ ബിശ്ർ, അദ്ദേഹത്തിൻ്റെ പേര് ബിശ്ർ ബിനുൽ ഹാരിസ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ മർവസിയാണ്. പക്ഷെ അദ്ദേഹം ബിശ്റുൽ ഹാഫി എന്ന പേരിലാണ്. അൽ ഹാഫി എന്ന് പറഞ്ഞെങ്കിൽ നഗ്നപാതൻ എന്നർത്ഥം. അദ്ദേഹം ചെരുപ്പിടില്ലായിരുന്നു. കാരണം അദ്ദേഹം ഈ മാറ്റത്തിൻ്റെ തിരി അദ്ദേഹത്തിൽ കത്തിയതുണ്ടല്ലോ ഈ പണ്ഡിതനോടുള്ള സംഭാഷണ സമയത്താണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെരുപ്പിടാതെ ഓടിച്ചെന്നത് അദ്ദേഹത്തോട് സംവദിച്ചത്. അദ്ദേഹം ആ ഒരു മാറ്റത്തിൻ്റെ വർത്തമാനം എന്നും തന്നിൽ നിലയിക്കാൻ ചെരുപ്പില്ലാതെ നടക്കും. അതുകൊണ്ടാണ് ബിശ്റുൽ ഹാഫി. ഇദ്ദേഹം നോക്കി, നിങ്ങൾ യൗവനത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ചില അപജയങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിന് ശേഷം, ഈ ഒരു സംഭാഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ചരിത്രമാണ്. ഇമാം അൽ ഹാഫിദ് ദഹബി ബിശ്റുൽ ഹാഫിയുടെ ചരിത്രം കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്താ? അൽ ഇമാം
അൽ മുഹദ്ദിസ്, അസ്സാഹിദ്, അൽ ഖുദ്വ, അർ റബ്ബാനി, ഷെയ്ഖുൽ ഇസ്ലാം, ഇങ്ങനെയൊക്കെയാണ്. ഇമാമാണ് ലോകർക്ക് ദീനിൽ, മാതൃകാപുരുഷനാണ്. ഖുദ്വത്ത്, റബ്ബാനി, പടച്ചോനെ പേടിയുള്ള പണ്ഡിതനാണ്. അസാഹിദ്, ദുനിയാവിൽ വിരക്തനാണ്. ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ഷെയ്ഖാണ്. ഇങ്ങനെ അത് പരിമിതമല്ല, ആ വിശേഷണങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. ബിശ്റുൽ ഹാഫി മരിച്ച് സുബഹിക്ക് വീട്ടിൽ നിന്ന് ജനാസ എടുത്തു എന്നാണ്. സുബഹി കഴിഞ്ഞിട്ട് ഈ ജനാസ മക്ബറയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തുമ്പോൾ ഇശ പിന്നിട്ടിട്ടുണ്ട് എന്നാണ്. അത്രയും ആളുകൾ, ബഗ്ദാദ് മുഴുവൻ ആ ജനാസയെ ഏറ്റെടുത്തു. ഇമാം ദഹബി പറയുന്നത് ബഗ്ദാദിൽ ആളുകൾ ഖറജ അൻ ബക്രത്തി അബീഹിം എന്നാണ്. ആബാലവൃദ്ധം ജനങ്ങൾ ഈ ജനാസയെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് ബഗ്ദാദ്. അതുകൊണ്ടാണ് ജനാസ ആളുകൾ അതിനെ ഓരോരുത്തർ ഏറ്റുവാങ്ങിയിട്ട് ജനാസ മക്ബറയിലെത്തുമ്പോൾ ഫജറിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇശ കഴിയുമ്പോൾ, ഇശൻ്റെ ടൈമിലാണ് അത് അതിൻ്റെ ഖബറിലേക്ക് വെക്കപ്പെടുന്നത്. അത് കണ്ടിട്ട് പണ്ട് മുഹദ്ദിസീങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അലി ഇബ്നുൽ മദീനിയെക്കുറിച്ചൊക്കെ മറ്റും ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച് പറയുന്നത് വല്ലാഹി ഹാദാ ഷറഫുദ് ദുനിയ ഖബല ഷറഫിൽ ആഖിറ എന്നാണ്. പരലോകത്തൊരു സ്ഥാനക്കയറ്റുണ്ടല്ലോ, ഉയർച്ച സ്ഥാനം, അത് ലഭിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ കിട്ടിയ സ്ഥാനമാണ് ഇത് എന്നാണ് പറഞ്ഞത് ബിശ്റുൽ ഹാഫിയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പെങ്ങന്മാർ, അവരുടെ പേര് മുഖ, സുബ്ദ, മുദ്ഗ. വിചിത്രമായ പേരാണ്. മുഖ, സുബ്ദ, മുദ്ഗ, ഇങ്ങനെ 3 പെങ്ങന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം അത് ആ പെങ്ങന്മാരിൽ നിഴലിച്ചു അല്ലേ. ഇദ്ദേഹത്തേക്കാൾ വിരക്തരായി ഭക്തരായിട്ടായിരുന്നു പെങ്ങന്മാർ എന്നാണ്. ആങ്ങളയാൽ സ്വാധീനിക്കപ്പെട്ട പെങ്ങന്മാർ. ഈ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഇവർ വസ്ത്രം നെയ്യുന്നവരായിരുന്നു എന്നാണ്. വസ്ത്രം നെയ്ത് വിറ്റിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്, ഈ പെങ്ങന്മാർ ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരിക്കൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ഫത്വ ചോദിക്കാൻ ഈ പെങ്ങന്മാർ, ഞങ്ങൾ വിളക്കിൻ്റെ വെട്ടത്തിലാണ് വസ്ത്രം തുന്നാറുള്ളത്. ചിലപ്പോൾ വിളക്ക് കെടുമ്പോൾ ഞങ്ങൾ പൂർണ്ണ രാവാണെങ്കിൽ നിലാവിലാണ് തുന്നാറുള്ളത്. അപ്പോൾ വിളക്കിന് മുന്നിലിരുന്ന് തുന്നുന്നതും നിലാവിലിരുന്ന് തുന്നുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂടുതൽ ക്ലിയർ അപ്പോഴായിരിക്കും വിളക്കിന് മുന്നിലിരുന്ന് തുന്നുമ്പോഴാണ്. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾ വിളക്കിന് മുന്നിലിരുന്ന് തുന്നും, പിന്നെ വിളക്ക് കെട്ടിട്ടുണ്ടെങ്കിൽ നിലാവിലിരുന്ന് തുന്നും. ഇത് ഞങ്ങൾ വിൽക്കുമ്പോൾ ആളുകളോട് ഞങ്ങളിത് പറയണോ? ഇത് വിളക്കിന് മുന്നിലിരുന്ന് തുന്നിയതാണ്, ഇത് വിളക്ക് കെട്ടപ്പോൾ നിലാവിലിരുന്ന് തുന്നിയതാണ്. ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ വിൽക്കുമ്പോൾ? കാരണം എന്താ, അതില്ലെങ്കിൽ എന്തിനാ ഈ ചോദിക്കണത്? എന്തിനാ? കാരണം നിലാവിൽ തുന്നിയിട്ടുണ്ടെങ്കിൽ കണിശത ഉണ്ടായിക്കൊള്ളുന്നില്ല, കൃത്യത ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇത് ആളുകളോട് ഞങ്ങൾ പറയണോ? ഇമാം അഹമ്മദിനോട് ഈ പെങ്ങന്മാർ ഫത്വ വഹിക്കണം. അപ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി എന്താണെന്നറിയോ? ഈ തുന്നിയതിൽ ഏറ്റക്കുറച്ചിൽ ദർശിക്കുന്നുണ്ടെങ്കിൽ, വ്യത്യാസം ദർശിക്കുന്നുണ്ടെങ്കിൽ ആളുകളോട് പറയണം, ഇത് ഞങ്ങൾ വിളക്കത്തിരുന്ന് തുന്നിയതാണ്, പക്ഷേ വിളക്ക് കെട്ടപ്പോൾ നിലാവിലിരുന്ന് തുന്നിയതാണ് ഈ ഭാഗം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാം, അല്ലെങ്കിലോ പോകാം. അതായിരുന്നു അവരുടെ സൂക്ഷ്മത. ആരുടെ സൂക്ഷ്മത? പെങ്ങന്മാരുടെ സൂക്ഷ്മത. ആരാൽ സ്വാധീനിക്കപ്പെട്ട്? ബിശ്റുൽ ഹാഫിയാൽ സ്വാധീനിക്കപ്പെട്ടു. അപ്പോൾ ബിശ്റുൽ ഹാഫി അവിടെ ആയിരിക്കും. ഇമാം അൽ ഹാഫിദ് ദഹബി അദ്ദേഹത്തിൻ്റെ സിയറിൽ ഈ പെങ്ങന്മാരെക്കുറിച്ച് വാചാലാകുന്നുണ്ട്. ഈ മാറ്റത്തിൻ്റെ ഗതി നിയന്ത്രിച്ചത് എവിടെ നിന്നാണ്? മാറ്റം തുടങ്ങിയത് എവിടെ നിന്നാണ്? അത് ആര് മനസ്സ് വെച്ചപ്പോഴാണ്? അല്ല, സ്വന്തം നമുക്ക് മനസ്സ് വേണം, എനിക്ക് മാറണം എന്നിട്ട് അതിൻ്റെ അവസരങ്ങളെ അന്വേഷിച്ച് തേടിപ്പിടിച്ച് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതാണ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും വിചാരത്തിൽ ഏതെങ്കിലും വഴിയെ സഞ്ചരിച്ചതുകൊണ്ട് നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ ആവില്ല എന്നുള്ളതാണ്. സ്വയം നമ്മൾക്ക് മാറ്റമുണ്ടാവണം. നമ്മളെ പരിവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, സന്നദ്ധത അതുണ്ടാക്കണം. ഒപ്പം നമ്മളെന്താ, മറ്റുള്ളവരാൽ പരിവർത്തിക്കപ്പെടണം. നമ്മളെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾക്ക് ശ്രദ്ധ വേണം, രക്ഷാകർത്താക്കൾക്ക് ശ്രദ്ധ വേണം. അത് ഗുരുനാഥന്മാർ മുതൽ അങ്ങോട്ട് ഭരണാധികാരികൾ വരെയുള്ളവരൊക്കെ ആകണം. നീണ്ട ഒരു ഗണമാണ്. ഖലീഫ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്, ഞാൻ ഈ അടുത്ത് വായിച്ചൊരു ചരിത്രമാണ്. ഇതൊന്നും ഒരു ഇസ്ലാമിക അധ്യാപനങ്ങളിൽ മറഞ്ഞു കിടക്കേണ്ട ചരിത്രമില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ വായിച്ചവിടെ ഉദ്ധരിക്കുന്നത്. ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇബ്നു അൽ ഹക്കം അൽ അമവി, അദ്ദേഹം അധികാരം വാഴുന്ന കാലം, അമവികളുടെ ഖലീഫയാണ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ.
ഖലീഫ അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇവിടെ ഭരണം നടത്തി. അദ്ദേഹം പിന്നെ ജീവിതാന്ത്യത്തോടെ അടുക്കുന്ന ഒരു കാലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയവും തൻ്റെ പിൻഗാമി ആരി എന്നുള്ളതാണ്. അന്നൊക്കെ രാഷ്ട്രീയം പ്രക്ഷുബ്ധമാണ്, വിഷയങ്ങൾ സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ ഖലീഫന്മാർ പിൻഗാമിയെക്കുറിച്ച് നന്നായി ആലോചിക്കും. അത് വേണം താനും, അതൊരു പരാജയമോ അല്ലെങ്കിൽ ഒരു പിന്നെ കുറ്റമല്ല, അത് വേണം. അപ്പോൾ ഖലീഫയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇനി ഭരണത്തിൽ വരേണ്ടത് മൂത്ത മകനാണ്, യോഗ്യൻ വരേണ്ടത് അൽ വലീദാണ്. ഖലീഫ അബ്ദുൽ മലിക്കിന് അൽ വലീദ് ഉണ്ട്, പിന്നെ സുലൈമാൻ ഉണ്ട്, പിന്നെ ഹിഷാം ഉണ്ട്, യസീദ് ഉണ്ട്, 4 മക്കൾ. ഇവരിൽ ആദ്യം വലീദ് ഖലീഫയായി, പിന്നെ സുലൈമാൻ ഖലീഫയായി, പിന്നെ മരുമകൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് വന്നു, പിന്നെ യസീദ്, ഹിഷാം. ഇങ്ങനെ ആണ് അവരുടെ പിന്നെ ഭരണം തുടർന്നു പോകുന്നത്. ഏതായാലും അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കെ ഭരണാധികാരിയാകേണ്ടത് ആരാണ്? അൽ വലീദാണ്. പക്ഷെ അൽ വലീദ് എന്ന് പറയുന്ന മകൻ അദ്ദേഹം ഇതിന് യോഗ്യനാകണേ എന്ന് ഖലീഫക്ക് അഭിപ്രായമല്ല. കാരണം എന്താ? ഖലീഫ പിന്നെ പറയാറുണ്ട്, അബറൽ വലീദ ഹുബ്ബുന, വലീദിനെ വിനയായത് നമ്മുടെ സ്നേഹമാണ്. നമ്മുടെ സ്നേഹം എന്നാണ് വാപ്പാൻ്റെ ഇമ്മാൻ്റെ സ്നേഹം. അൽ വലീദ് കുട്ടിയായിരിക്കെ അന്നത്തെ അറബികളുടെ പതിവ് എന്താ? ഗ്രാമത്തിലേക്ക് കുട്ടികളെ വിടും, അവിടെ പാലൂട്ടപ്പെടും. ഗ്രാമീണതയുടെ പ്രകൃതി ഭംഗിയിൽ, പ്രകൃതി രമണീയമായ കാലാവസ്ഥയിൽ കുട്ടികൾ വളരണം എന്നുള്ളതാണ്. അപ്പോഴാണ് കുട്ടികൾ പിന്നെ ഭാഷ പഠിച്ച് അതേപോലെ തന്നെ ശുദ്ധവായു ശ്വസിച്ച് ആ ഗ്രാമീണതയിൽ അവർ മികവുറ്റവരാവുക. മകനോടുള്ള പ്രിയം കാരണത്താൽ എന്ത് ചെയ്തു? അബ്ദുൽ മലിക് മകനെ വീട്ടിൽ നിന്ന് വിട്ടില്ല, ഭാര്യയും അബ്ദുൽ മലിക്കും. അതാണ് പറയുന്നത്, നമ്മളെ സ്നേഹം വലീദിന് വിനയായി എന്നുള്ളത്. അത് പിന്നെ ഖലീഫ ഹാറൂൺ റഷീദും പറയുന്നുണ്ട് മകൻ മുഅ്തസിം ബില്ലയുടെ വിഷയത്തിൽ. അല്ലേ, മുഅ്തസിം ബില്ലയ്ക്ക് ഇഷ്ടമല്ല ഓത്തള്ളിക്ക് പോണത്. എന്നാലും ആടിനെ വള്ളത്തിൽ വലിക്കും പോലെ വലിച്ചു വിടും. അപ്പോൾ ഒരു ദിവസം പിന്നെ മുഅ്തസിം ബില്ല വന്നപ്പോൾ ഹാറൂൺ റഷീദ് ചോദിച്ചു, എപ്പോഴും കൂട്ടുകാരനുണ്ടാവും. അപ്പം അന്ന് കൂട്ടുകാരൻ. അപ്പോൾ കൂട്ടുകാരൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ മാത്ത വസ്തറാഹമിനൽ കുത്താബ് എന്നാണ്. ആ കൂട്ടുകാരൻ മരിച്ച് ഓത്തള്ളിന്ന് മൂപ്പര് രക്ഷപ്പെട്ടു. അതാ പറഞ്ഞത്. അപ്പോഴാണ് ഹാറൂൺ റഷീദ് പറയുന്നത്, ഇവൻ ഇത്ര ഇടങ്ങേറ് പിടിച്ച വിഷയമാണോ എന്ന്. അപ്പം എന്നാൽ പോണ്ടാന്ന് പറഞ്ഞത്. അത് കാരണത്താൽ തന്നെ ഈ ഹാറൂൺ റഷീദിൻ്റെ മക്കളൊക്കെ മികച്ചതുപോലെ മുഅ്തസിം ബില്ല മികച്ചില്ല. ചിലപ്പോൾ അങ്ങനെയാണ്. അതേപോലെയാണ് ഇവിടെ അബ്ദുൽ മലിക്കിനെ സംബന്ധിച്ചിടത്തോളം മകന് പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ലഹനായിരുന്നു. ലഹൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷാ പ്രയോഗത്തിൽ തെറ്റാണ്. ഭാഷ പറയുമ്പോൾ, അറബി ഭാഷ പറയുമ്പോൾ ഭയങ്കര തെറ്റാണ്. അന്ന് കാലങ്ങളിൽ അറബികൾ സമ്മതിക്കില്ല. കാരണം ഖലീഫയാണ് ഖുത്ബ അറിയേണ്ടത്. പ്രയോഗം ഒരാറാബി വന്നു, വലീദ് ഖലീഫയായിരിക്കുക, പിന്നെ ഖലീഫയായി ഞാനിലേക്ക് വരാം. ഒരാറാബി വന്നിട്ട് അന്ന് വലീദ് ഖലീഫയായിരിക്കുകയാണ്. അപ്പോൾ ആറാബി വന്നിട്ട് പറയാണ്, പിന്നെ ആറാബി വന്ന് മുന്നിൽ നിന്നപ്പോൾ ഖലീഫ് ചോദിക്കുകയാണ്, വലീദ് ചോദിക്കുകയാണ്, മാ ഷാനക്. ഖലീഫ് ഉദ്ദേശിച്ചത് മാ ഷഅനുക് എന്നാണ്. എന്താ എൻ്റെ പ്രശ്നം എന്നാണ് ചോദിച്ചത്, ഉദ്ദേശിച്ചത്. പക്ഷേ മാ ഷാനക് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ആരാ നിന്നെ വെറുതാക്കിയത്, മോശമാക്കിയത് എന്നാണ് ഭാഷ വയ്യ. അതുകൊണ്ട് ചോദ്യം തെറ്റാ, മാ ഷാനക്. അപ്പോൾ ഈ അറാബികളൊക്കെ അന്നത്തെ ഭാഷാ പടുക്കളാണ്. അദ്ദേഹത്തിൻ്റെ മുഖം ആകെ വിവരണമായി, ഇന്നെ ആര് മോശപ്പെടുത്തിയെന്നോ. എന്നിട്ട് അദ്ദേഹം വികാരം പറഞ്ഞപ്പോൾ ഈ വലീദിൻ്റെ സഹോദരൻ, ഖലീഫ വലീദിൻ്റെ സഹോദരൻ സുലൈമാൻ എന്നിവരടുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ചോദിക്കുന്നത് മാ ഷഅനുക്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അറബിക്ക് ആശ്വാസമായി. അപ്പോൾ അറബി പറയാണ്, ദലമനി ഖതനി എന്ന് പറഞ്ഞു, എൻ്റെ ഖതൻ എന്നെ ദ്രോഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖതൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാര്യ വീട്ടുകാർക്കാണ് പറയാം. ഭർത്തൃ വീട്ടുകാർക്ക്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്തൃ വീട്ടുകാർ ഹമു എന്നാ പറയാം. അൽ ഹമു അൽ മൗത്ത് എന്നൊക്കെ പറയല്ലേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്തൃ വീട്ടുകാർക്ക് അവിടുത്തെ ആണുങ്ങൾക്ക് ഹമു എന്ന് പറയും. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ വീട്ടുകാർ അഖ്താൻ എന്നാ പറയാം. ഖതനി എന്ന് പറയും, അളിയനാണ് എന്നുള്ളതിൽ. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറയാണ്, വലമനി ഖതനി, എൻ്റെ ഭാര്യ വീട്ടുകാരെന്നെ ദ്രോഹിച്ചിരിക്കുന്നു. അപ്പോൾ ഖലീഫ പറയാണ്, മെൻ ഖതനക. ഖതന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേലാകർമ്മം ചെയ്തതിന് പറയും, സുന്നത്തല്യാണം ചെയ്യില്ല അതിന് പറയും, ഖതന എന്ന് അതിന് പറയും. അപ്പം മെൻ ഖതനക എന്ന് പറഞ്ഞാൽ ആരാ നിന്നെ ചേലാകർമ്മം ചെയ്തതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് അങ്ങനെയാണ് ചോദിച്ചത്.
അപ്പോൾ ഈ അറാബി വീണ്ടും ടെൻഷനായി, അറാബികളാണ്. അപ്പോൾ ഇവിടുന്ന് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉദ്ദേശിക്കുന്നത് മൻ ഖതനുക എന്നാണ്, നിങ്ങളെ ദ്രോഹിച്ച ആ ഭാര്യൻ്റെ ബന്ധു ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പിന്നെ അത് പറഞ്ഞ ആ വിഷയം എന്തായി. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഖലീഫയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയുടെ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് കാരണത്താൽ തന്നെ അബ്ദുൽ മലിക് ബിൻ മർവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ടെൻഷനാണ്. ഒരിക്കൽ റൗഹ് ബിൻ സംബാ അബൂ സുർഅ അൽ ഫലസ്തീനി ഈ ഖലീഫനെ മുഖം കാണിക്കാൻ വേണ്ടി വന്നു, കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പോൾ ഖലീഫ അബ്ദുൽ മലിക് വിഷണ്ണനായിട്ടിരിക്കുകയാണ്, വിഷണ്ണനാണ്, ദുഃഖഭരിതമാണ്. അപ്പോൾ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ എന്താണ് ഈ ഒരു കാബത്ത് മുഖത്ത്, എന്താണ് മുഖത്തിന് കാന്തി നഷ്ടപ്പെട്ട് നിങ്ങൾ വിഷണ്ണനായിട്ടിരിക്കുന്നത്? അപ്പോൾ അമീറുൽ മുഅ്മിനീൻ പറയാണ്, പിന്നെ എൻ്റെ കാലശേഷം ഞാൻ അറബികളുടെ കാര്യം ആലോചിക്കുകയാണ്. അറബികളുടെ കാര്യം ഞാൻ ആരെ ഏൽപ്പിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ഉത്തരമല്ല. അപ്പോൾ പിന്നെ റൗഹ് ബിൻ സംബാവ് ചോദിക്കുകയാണ്, ഫഅൈന അൻത മിനൽ വലീദ്, വലീദ് ഇല്ലേ, മകൻ, മൂത്ത മകനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നഹു ലാ യുഹ്സിനു നഹ്വ്, വലീദിനെ എങ്ങനെ ഖലീഫയാക്കും? നഹ്വ് അറിയില്ല, അറബി വ്യാകരണം അറിയില്ല, അറബികളെ സമ്മതിക്കില്ല ഇങ്ങനത്തെ ഒരാളെ വേദി കയറ്റാനും കുർസിയിലിരുത്താനും. എന്നിട്ട് അമീറുൽ മുഅ്മിനീൻ എന്നാ പറയണേ, റൗഹിനോട് പറയണേ, യാ അബാ സംബ, നിങ്ങൾ ഇന്ന് രാത്രി കൊട്ടാരത്തിൽ വരണം, വലീദ് ഉണ്ടാവും കൊട്ടാരത്തിൽ, അപ്പോൾ അവിടേക്ക് നിങ്ങൾ വരണം. അപ്പോൾ ഞാനിങ്ങനെ വിഷണ്ണനായിട്ടിരിക്കുന്ന കണ്ടാൽ നിങ്ങൾ ചോദിക്കണം എന്താണ് ഖലീഫൻ്റെ വിഷണ്ണത. അപ്പം ഞാൻ കേസ് പറയും. അതെന്തിന്? വലീദ് കേട്ടിട്ട് വലീദിന് ഒരു മാറ്റത്തിന് മോട്ടിവേഷനാകാൻ. അങ്ങനെ ഉറച്ച് റൗഹ് പോയി. പിന്നെ രാത്രി റൗഹ് ഇബ്നു സംബാഴ് വന്ന്, അപ്പോൾ അത് അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ ഇരിക്കുകയാണ്, വിഷണ്ണനായിട്ടിരിക്കുകയാണ്. അപ്പോൾ റൗഹ് ചോദിക്കുകയാണ് പിന്നെ അമീറുൽ മുഅ്മിനീനോട് എന്താണ് ഈ വിഷയമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ അറബികളുടെ വിഷയം ആലോചിക്കുകയാണ്, എൻ്റെ കാലശേഷം ഞാൻ ആരെ ഏൽപ്പിക്കും അറബികളുടെ കാര്യം. അപ്പോൾ റൗഹ് ചോദിച്ചു എന്നാണ്, ഫഅൈന അൻത മിൻ റൈഹാനത്തി ഖുറൈശ് വസയ്യിദിഹിം, ഖുറൈശികളുടെ റൈഹാന, അവരുടെ സയ്യിദായ വലീദില്ലേ, വലീദ് എവിടെയെന്ന് ചോദിക്കുകയാണ്. വലീദ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഖുറൈശികളുടെ റൈഹാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? റൈഹാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ള റൈഹാന എന്ന് പറഞ്ഞാൽ ആരെ? റൈഹാന ഒരു തരം സുഗന്ധം പരത്തുന്ന ചെടിയല്ലേ, സുഗന്ധത്തിനാണ് പറയുക. റസൂലുള്ള ആരെക്കുറിച്ചാണ് റൈഹാനത്തായ എന്ന് പറഞ്ഞത്? ഹസൻ ഹുസൈൻ കുട്ടികളെ കുറിച്ചാണ്. അതേപോലെയാണ് പറയുന്നത്, ഖുറൈശികളുടെ റൈഹാനത്തായ വലീദ്, അവരുടെ സയ്യിദായ വലീദില്ലേ എന്ന് പറയാണ്. അപ്പോൾ ഖലീഫ പറയാണ്, അറബികൾ തങ്ങൾക്ക് ഒരിക്കലും അവരുടെ ഭാഷ സംസാരിക്കാത്തവരെ സമ്മതിക്കില്ല, അതാണ് എൻ്റെ വിഷമം എന്ന് പറയുന്നത്. അറബികൾ അവർക്ക് അവരുടെ ഭാഷ സമ്മതിക്കാത്തവരെ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. ഇതപ്പുറത്തിരുന്ന ആര് കേൾക്കുകയാണ്? വലീദ് കേൾക്കുകയാണ്. ഈ വാപ്പാൻ്റെ വികാരം ഉണ്ടല്ലോ, ഈ വാപ്പാൻ്റെ ഈ സംസാരം, അദ്ദേഹത്തിൻ്റെ ആ വിഷമം എല്ലാ വാപ്പാരെയും വിഷമമായിരിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് വലീദ് എവിടെ എത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ, ഈ വലീദ് എവിടെ എത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ. സംഭവം വലീദിന് ഇത് വലിയ വിഷയമായി. അദ്ദേഹം ഇത് തലയിൽ കയറ്റി. അദ്ദേഹം 6 മാസം എന്ത് ചെയ്തു? ഒരു റൂമിൽ കഥ കടച്ച് പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി, അധ്യാപകരെ വിളിച്ചു വരുത്തി, പഠനത്തോട് പഠനമായിരുന്നു. പക്ഷേ ഇമാം ദഹബി പറയുന്നത്, വീട്ടിലേക്ക് 6 മാസം മുമ്പ് കയറിയല്ലോ, പിന്നെ 6 മാസം ഇറങ്ങുമ്പോൾ കയറിയിലേറെ വലിയ ജാഹിലായിട്ടാണ് ഇറങ്ങിയത് എന്നാണ്. അദ്ദേഹത്തിന് കഴിയില്ല. ഈ വ്യാകരണം, അറബി ഭാഷ അത് ശരിപ്പെടുത്താൻ, അതിൻ്റെ വ്യാകരണം തിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയില്ല, അദ്ദേഹത്തിൻ്റെ ആ പരിമിതി. പക്ഷേ അതോടുകൂടിയിട്ട് അബ്ദുൽ മലിക്കിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ പരിമിതിയെക്കുറിച്ച്. കാരണം ഈ പ്രായത്തിൽ അദ്ദേഹം പിന്നെ ചെറുപ്പം മുതലേ അത് ശീലിച്ചില്ല. ഇപ്പോൾ യൗവനത്തിൻ്റെ തികവിലാണ് അദ്ദേഹം നിൽക്കുന്നത്, അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത്. പക്ഷേ ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസിയത്തൊക്കെ ഉണ്ട്. ഖബറിനരികിൽ മോങ്ങാൻ പാടില്ല, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഖബറിനരികിൽ മോങ്ങാൻ പാടുള്ളതല്ല. പിന്നെ എന്നെ വേഗം എൻ്റെ ഖബറിലേക്ക് എടുത്ത് വെച്ചിട്ട് എന്നെയും എൻ്റെ കാര്യവും വിടണം. ഞാനായി എൻ്റെ കാര്യമായി പോകണം. ആളുകളോട് ബയ്യത്ത് സ്വീകരിക്കണം. ആരെങ്കിലും ബയ്യത്ത് ചെയ്യാൻ, താങ്കൾക്ക് ബയ്യത്ത് ചെയ്യാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ വാളുകൊണ്ട് ആ കയ്യിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പാപ്പ മകനെ ഒരുക്കിയിട്ടാണ് യാത്രയായത്. ഖലീഫ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്ന ധർമ്മങ്ങളുടെ, പരിഷ്കരണങ്ങളുടെ, സംഭാവനകളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അചിന്ത്യമാണ്. അത്രമേൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടാണ് മഹാൻ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ദുനിയാവിനോട് യാത്രയായത്. അൽ മസ്ജിദ് നബവിയുടെ വികസനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളുടെ ഒക്കെ ഭാഗത്തുണ്ടല്ലോ, അത് പിന്നെ പൊളിച്ച് പഞ്ചഭുജാകൃതിയിലുള്ള ഭിത്തി സ്ഥാപിച്ചതും പിന്നെ ആ ഭാഗങ്ങളിലേക്കൊക്കെ മസ്ജിദ് നബവി വികസിപ്പിച്ച് 200 മുഴം വീതിയും 200 മുഴം നീളവും
വലിപ്പത്തിൽ മസ്ജിദ് നബവി വികസിപ്പിച്ചു. ആ പരിസരങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ട് അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല മസ്ജിദ് നബവിയിലേക്കുള്ള വഴികളെയെല്ലാം അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് തരപ്പെടുത്തി. ആ വഴികളിലൊക്കെ കിണറുകൾ സ്ഥാപിച്ച് ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാനുള്ള അവസരങ്ങളെ അദ്ദേഹം സൃഷ്ടിച്ചു. അതേപോലെ തന്നെ ഈ സിഗ്നലുകൾ, സൈൻ ബോർഡുകൾ ഉണ്ടല്ലോ, അത് വഴികളിൽ അദ്ദേഹം ഈ അറേബ്യയിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. മർറു ബഹ്റാനിൽ നിന്ന് ഒരു നാഫൂർ മദീനയിലേക്ക് സ്ഥാപിച്ചത് അൽ വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്. നാഫൂർ എന്ന് പറഞ്ഞാൽ മർറു ബഹ്റാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കയുടെ അടുത്തുള്ള സ്ഥലമാണ്. 64 കിലോമീറ്റർ മക്കയിൽ നിന്ന് അകലുള്ള മർറു ബഹ്റാൻ, അവിടെ ജലസ്രോതസ് ഉണ്ട്. അവിടെ നിന്ന് ഒരു ജലസ്രോതസ് മദീനയിലേക്ക് 400 കിലോമീറ്ററിലേറെ സ്ഥാപിച്ചു എന്നാണ്. ഇതെന്നാ ഖലീഫ അൽ വലീദ് മരിക്കുന്നത് 92-ലാണ്, ഹിജ്റയുടെ 92-ൽ. 10 വർഷമാണ് ഭരണം നടത്തി ഏകദേശം. ആലോചിച്ച് നോക്കി, 1400 വർഷം മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി, മർറു ബഹ്റാനിൽ നിന്ന് മദീനയിലേക്ക് 400-ലേറെ കിലോമീറ്റർ ഒരു ജലസേചന പദ്ധതി ഒരുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്, എത്ര അതിന് സാഹസം, അതിനെത്ര ചെലവ്, അതിനെത്ര അധ്വാനം, ചിന്ത, അതൊക്കെയും ഈ വലീദിൻ്റേതായിരുന്നു. മസ്ജിദുൽ ഹറാം അദ്ദേഹം ഇതേപോലെ വികസിപ്പിച്ചു. തായിഫിൽ നിന്ന് മസ്ജിദ് നബവിയിലേക്കുള്ള അതേപോലെ തന്നെ പല വഴികളും അദ്ദേഹം തരപ്പെടുത്തി. അവിടങ്ങളിലൊക്കെ പല സൗകര്യങ്ങളും ഏർപ്പെടുത്തിയ അൽ വലീദ് ഇബ്നുൽ അബ്ദുൽ മലിക്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശൃതമായ നിർമ്മാണമാണ് ജാമിഅ ദിമഷ്ക് നിർമ്മിച്ചത് അൽ വലീദാണ്. ആ ജാമിഅ ദിമഷ്ക് നിർമ്മിച്ചതിൻ്റെ ചരിത്രം പറയുമ്പോൾ 400 സുന്തൂക്ക് പണം, ഓരോ സുന്തൂക്കിലും 14,000 ദീനാർ, ഒരു സുന്തൂക്കിൽ 14,000 ദീനാർ, അങ്ങനത്തെ 400 സുന്തൂക്ക് പണം, ദീനാറുകൾ ചെലവഴിച്ചിട്ടാണ് ജാമിഉ ദിമഷ്ക്, അമവികളുടെ ഡമസ്കസിലെ പള്ളി വലീദ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. പിന്നെ എല്ലാ ബ്ലൈൻഡായ ആളുകൾക്കും അദ്ദേഹം ഒരു ഖായിദിനെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചു, അവർക്കൊരു ഗൈഡാകാൻ. അതേപോലെ തന്നെ എല്ലാ വിധവകൾക്കും അദ്ദേഹം മാസാമാസം അതാ നിശ്ചയിച്ചു പണം. യതീമുകൾക്ക് അങ്ങനെ നിശ്ചയിച്ചു. മുക്അദായവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭിന്നശേഷിക്കാർ, അവർക്ക് ഖാദിമിനെ നിശ്ചയിച്ചു, ശമ്പളം ബൈത്തുൽ മാലിൽ നിന്ന് അദ്ദേഹം നൽകുകയുണ്ടായി. അതേപോലെ തന്നെ ആദ്യത്തെ മുസ്തഷ്ഫ, ഹോസ്പിറ്റൽ, രോഗികളെ പാർപ്പിച്ചിട്ടുള്ള ചികിത്സ തുടങ്ങിയത് അൽ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഈ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളുടെ ഉദാഹരണങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒരു വലിയ ചരിത്രമാണത്, വലിയ ചരിത്രം. 2 ഹറമുകൾക്ക് അദ്ദേഹം ചെയ്തത് തന്നെ ധാരാളമാണ്. പ്രത്യേകിച്ച് അത് കഅബയുമായി ബന്ധപ്പെട്ട അൽ മസ്ജിദുൽ ഹറമുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഖിദ്മത്തുകൾ നമ്മൾ ഹറമുകളുടെ ചരിത്രം വായിക്കുമ്പോൾ പ്രത്യേകം വായിക്കുന്ന വിഷയമാണ്. പിന്നെ മാത്രമല്ല അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ഫുഖഹാക്കൾ ഒരിക്കലും ആളുകളുടെ മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ, മുഹദ്ദിസുകൾ, ഫുഖഹാക്കൾ, ഉലമാക്കൾ, അവർക്ക് പ്രത്യേകം മാസാമാസം വേതനം അദ്ദേഹം നിശ്ചയിച്ചു. ഒരു പണ്ഡിതനും ഒരാളോട് കൈ നീട്ടരുത് എന്ന അദ്ദേഹത്തിൻ്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് ഒരിക്കൽ ബനു മഖ്സൂം ഗോത്രക്കാരനായ ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ ഇഖ്ളി അന്നി ദൈനി, എൻ്റെ കടം വീട്ടണം. അപ്പോൾ വലീദ് ചോദിക്കുകയാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, അതഖ്റഉൽ ഖുർആൻ ഓതോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇല്ലയെന്ന്. അപ്പോൾ അടുത്തേക്ക് വിളിച്ച് വലീദിൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് തലയിക്കെട്ട് തോണ്ടിയിട്ട് എന്നിട്ട് തലയ്ക്ക് ഒന്ന് മേടി, എന്നിട്ട് അവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോട് പറഞ്ഞ് ഇദ്ദേഹത്തെ ഒപ്പം നിർത്തുക, എന്നിട്ട് പഠിപ്പിക്കുക, കടം വീട്ടി കൊടുത്ത്. അപ്പോൾ വേറൊരാൾ, അമീറുൽ മുഅ്മിനീൻ, എനിക്കും കടമുണ്ട്, അത് വീട്ടണം നിങ്ങൾ. അപ്പോൾ പറഞ്ഞാൽ തഖ്റഉൽ ഖുർആൻ ഓതുമെന്ന് ചോദിക്കണം. അപ്പോൾ അതെ. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, സൂറത്ത് അംഫാലിൽ നിന്ന് 10 ആയത്ത് ഓതിപ്പിച്ച്, സൂറത്തുൽ ബറാഅയിൽ നിന്ന് 10 ആയത്ത് ഓതിപ്പിച്ച്. അത് അദ്ദേഹം ഓതിയപ്പോൾ കടം വീട്ടി കൊടുത്ത്. ഈ ഒരു മികവിലേക്ക് അൽ വലീദ് എന്നവർ പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ദഹബി പറയുന്നത്, കാന അസ്മറ തവീലൻ, നീണ്ട തൊലിപ്പുറം കറുപ്പ് പാഞ്ഞ കളറുള്ള ഒരാളായിരുന്നു. ദമീമൻ എന്നാണ്, സൗന്ദര്യം വേണ്ടത്ര ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഈ അൽ വലീദ്. പക്ഷേ അദ്ദേഹത്തെ ഈ മികവിലേക്ക് ഉയർത്തിയതാരാ അല്ലേ? ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒരു സംസാരം തന്നെ ഉണ്ടായി. ലാ ഹിസാബ് അലൽ ഖലീഫ എന്ന, ഖലീഫയ്ക്ക് വിചാരണ ഇല്ല എന്നുള്ളൊരു സംസാരം. ഖലീഫയ്ക്ക് വിചാരണ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? ചിലർ അത് അവിടെ കൊട്ടാരത്തിൽ പറഞ്ഞതിനാ, ഖലീഫിൻ്റെ ഉത്തരവാദിത്തം അങ്ങനെയല്ലേ, ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്, ഇത്രയും ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ട് അങ്ങനത്തെ ഒരാൾക്ക് വിചാരണ ഉണ്ടാവില്ല എന്ന് ഒരു ആശ്ചര്യവർത്തമാനം ഒരാൾ പറയുക ചെയ്തത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു പണ്ഡിതൻ
പിന്നെ അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞു, അൽ വലീദ് എന്നവരോട് പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി, അമീറുൽ മുഅ്മിനീൻ അൻത അക്രമു അലല്ലാഹ് അം ദാവൂദ് അലൈഹിസ്സലാം, നിങ്ങളാണോ അള്ളാഹ്ക്ക് ഏറ്റവും ആദരണീയൻ, അതല്ല ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയാണോ? ദാവൂദും അൽ വലീദും തമ്മിൽ, ദാവൂദ് നബി അല്ലേ? പക്ഷെ ആ ദാവൂദിനോട് അള്ളാഹു പറഞ്ഞ എന്താ? സൂറത്തു സ്വാദിൽ, യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാഹ് ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ് ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹ് പറഞ്ഞ എന്താ? യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർള്, ദാവൂദ് താങ്കളെ അള്ളാഹു ഭൂമിയിൽ ഖലീഫയാക്കിയിരിക്കുന്നു. ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നീതിപൂർവ്വം വിധിക്കണം. വലാ തത്തബിഇൽ ഹവ, ജഡികേച്ഛയെ പിൻപറ്റാൻ പാടുള്ളതല്ല. ഫയുദില്ലക അൻ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ താങ്കളെ പഴപ്പിക്കും ജഡികേച്ഛയ്ക്ക് പിന്നാലെ പോയാൽ. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് പിഴച്ചു നടക്കുന്നവർ ലഹും അദാബുൻ ഷദീദുൻ, അവർക്ക് നോവേറ്റുന്ന ശിക്ഷയാണുള്ളത്, കഠിനമായ ദണ്ഡനമാണ് ശിക്ഷയാണുള്ളത്. ബിമാ നസൂ യൗമൽ ഹിസാബ്, അന്ത്യനാളിനെ അവർ ഉപേക്ഷിച്ചതിനാൽ, വിസ്മരിച്ചതിനാൽ എന്ന് അള്ളാഹു പറയാണ്. ആരോടെ പറയുന്നത്? ഇത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട്. ദാവൂദിനെ അള്ളാഹു ഖലീഫയായി നിശ്ചയിച്ചതിന് ശേഷം അപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് വിചാരണയുണ്ട്, അള്ളാഹിൻ്റെ വിധി വിലക്കുകളുണ്ട്. ഖലീഫയായി അങ്ങക്ക് ഉണ്ടാവില്ലേ? അൻത അക്രമു അലല്ലാഹ് അം ദാവൂദ്, നിങ്ങളാണോ അള്ളാഹിൻ്റെ അടുക്കൽ ആദരണീയൻ കൂടുതൽ, അതല്ല ദാവൂദാണോ എന്ന് ചോദിച്ചിട്ട് ദാവൂദ് നബിക്ക് വിചാരണ ഉണ്ടെങ്കിൽ ഖലീഫയായ അങ്ങേക്കും വിചാരണ ഉണ്ടാകും എന്ന് പണ്ഡിതൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഖലീഫ അതിൽ സ്വാധീനിക്കപ്പെട്ടു, അത് സ്വീകരിച്ചു, അദ്ദേഹത്തിൽ അത് പിന്നെ മാറ്റം സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നത്. നോക്കണം, എവിടുന്നാണ് ഈ ഖലീഫൻ്റെ വരവ്? ഈ ഒരു മികവിന്, ഈ ഒരു തികവിന്, ഈ ഒരു മാറ്റത്തിന്, വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലൊക്കെ ഉള്ള ഈ ഒരു താല്പര്യത്തിന്, ഇത്ര മഹനീയമായ സംഭാവനകൾക്ക് അദ്ദേഹത്തെ ഒരുക്കി ആ ഒരു പിതാവിൻ്റെ മനസ്സ്, അതിലേക്ക് ആ പിതാവിനെ എത്തിച്ച ആ സാഹചര്യം, ഇതൊക്കെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഉദാഹരണങ്ങൾ ഈ വിഷയങ്ങളിൽ പലതാണ്. നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ചരിത്രങ്ങളും ഏറെയാണ്. ചിലതൊക്കെ ഇവിടെ ഉണർത്തിയെന്ന് മാത്രമുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്ക് ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാം ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ, സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.